ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രം ഡിഗ്രി ടു ഡ്രീം ജോബ് കരിയർ പാത്വേസ് ആഫ്റ്റർ MBA. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന നിങ്ങൾ MBA എന്നൊരു കരിയർ ഓപ്പർച്യൂണിറ്റി പറ്റി ആലോചിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അടുത്തൊരു കരിയറിനെ പറ്റി ചിന്തിക്കുന്നവരാണ്. അപ്പം ആ ഒരു കരിയറിലേക്ക് MBA ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെ ഇനിയും കരിയറിലേക്ക് വീണ്ടും ഒരു ഗ്രോത്ത് ഉണ്ടാവാം, ഈ MBA പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാം എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരിക്കാം. അപ്പം ഈ സംശയങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു ഹാഫ് അവർ സെഷൻ. അപ്പം ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് MBA പ്രോഗ്രാം എന്താണ്, അതിന്റെ ഏകദേശം സ്ട്രക്ചർ എന്താണ്, അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ ഈ ഒരു സെഷനിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്ന ആളായിരിക്കാം. ചിലപ്പോൾ BCom ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ BTech ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ BSc ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ BA ചെയ്യുന്നവരായിരിക്കാം. ഇതിന് ശേഷം നിങ്ങൾക്ക് അതാത് PG ഉള്ള സ്ഥാനത്ത് അതിന് പകരമായി നിങ്ങൾ MBA എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഒരു പ്രസന്റേഷനോടെ ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ ഈ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് MBAക്ക് ശേഷം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതിനെ പറ്റിയും, MBAയുടെ പ്ലേസ്മെന്റ് പ്രോസസ്സിനെ പറ്റിയും, MBAയിൽ നിങ്ങൾക്ക് ഓരോ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഒപ്പം MBAക്ക് ശേഷം ഒരു ജോലി എന്നതിനപ്പുറം നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ റിസർച്ചിലേക്കോ ഒക്കെ പോകാനുള്ള നിങ്ങളുടെ അതിലേക്കുള്ള വഴികളെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു 30 മിനിറ്റിന്റെ സെഷനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഈ ഒരു സെഷൻ നിങ്ങൾക്ക് നോട്ട് പാഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കാം, ഇതിനകത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അത് സേവ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ഭാവിയിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിക്ക് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും ഞാൻ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് MBA പ്രോഗ്രാം എന്താണ് എന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. MBA പ്രോഗ്രാം ഞാൻ പറഞ്ഞു, അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങളിപ്പോൾ BCom ചെയ്ത ഒരാൾക്കാണെങ്കിൽ അതിന്റെ അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന MCom ഉണ്ട്, അല്ലെങ്കിൽ BTech ചെയ്ത ഒരാൾക്ക് MTech ഉണ്ട്, BSc ചെയ്ത ഒരാൾക്ക് MSc ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് MBA. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു വിഷയത്തിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ഒരാൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എലിജിബിൾ ആണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു PG പ്രോഗ്രാമാണ് MBA. ഈ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബിസിനസ് ആപ്ലിക്കേഷൻ രീതിയിലേക്ക് കാര്യങ്ങളെ പഠിക്കുന്ന ഒരു കോഴ്സാണിത്. അതായത് നമ്മളിപ്പോൾ ഏത് PG കോഴ്സുകൾ എടുത്താലും അതിൽ കൂടുതൽ നമുക്ക് തിയററ്റിക്കൽ അല്ലെങ്കിൽ അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. അതിന് പകരം കുറച്ചുകൂടെ ജോബ് ഓറിയന്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ ബിസിനസ് ആപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസിലെ കോർ കോഴ്സസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ് കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്ട്രാറ്റജി. ഈ ഒരു 5 ഏരിയാസിലായിരിക്കും നമ്മുടെ MBAന്റെ കോർ ഏരിയാസ് വരുന്നത്. അതായത് നിങ്ങളുടെ MBA പ്രോഗ്രാം 2 വർഷമാണെന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ വർഷം നിങ്ങൾ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്ട്രാറ്റജി എന്നാണ്. അതായത് ഈ 5 ഏരിയാസ് ആണ് പൊതുവിൽ എല്ലാവരും കോമൺ ആയി പഠിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ MBA സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ കാര്യങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു MBA 2 വർഷ പ്രോഗ്രാമാണ്. അതിനകത്ത് ഫസ്റ്റ് ഇയർ നിങ്ങൾ കോർ കോഴ്സുകളെല്ലാം പഠിക്കുന്നു. അതിനുശേഷം ഇതിനകത്തെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻസ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു സമ്മർ ബ്രേക്ക് വരുന്നുണ്ട്. ഈ സമ്മർ ബ്രേക്കിലാണ് നമ്മൾ നമ്മുടെ ഇന്റേൺഷിപ്സും പ്രോജക്ട്സും നമ്മൾ ചെയ്യുന്നത്. ഈ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് MBA ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ അടുത്ത സ്ലൈഡ്സിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. MBA ഒരു 2 വർഷ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ഇതൊരു ബിസിനസ് ഓറിയന്റഡ് അപ്രോച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സ്റ്റഡി ടൈപ്പ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസിലൂടെയും ബിസിനസ് കോമ്പറ്റീഷൻസിലൂടെയും സിമുലേഷൻസിലൂടെയും ലെക്ചേഴ്സിലൂടെയും ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെയും ഒരുപാട് പ്രസന്റേഷൻസിലൂടെയും ഒരു MBA ലൈഫിൽ ഏകദേശം നമ്മൾ ഒരു 50-60 പ്രസന്റേഷൻ നമ്മൾ നമ്മുടെ ക്ലാസ്സിന്റെ പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ വളരെയധികം മിക്സ്ചർ ഓഫ് കണ്ടന്റ്സ് ചേർന്ന ഒരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി MBA എന്നൊരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ. ഇനി നിങ്ങൾ എന്തുകൊണ്ട് MBA എടുക്കണം എന്നുള്ള ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ കരിയർ അഡ്വാൻസ്മെന്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡിഗ്രി കൊണ്ട് നമുക്ക് ജോലി കിട്ടും. ജോലി കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള റോളുകൾ എന്ന് പറയുന്നത് ഏറ്റവും എൻട്രി ലെവലുള്ള റോളുകളായിരിക്കാം. അതായത് ഞാനിപ്പം സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ബാങ്കിങ് എന്നൊരു സെക്ടറിലാണെങ്കിൽ നമുക്ക് ഡിഗ്രി വെച്ച് കിട്ടാവുന്ന മാക്സിമം ജോലി എന്ന് പറയുന്നത് ക്ലറിക്കൽ കേഡർ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്, ഇപ്പം ടെക്കിലേക്ക് വരികയാണെങ്കിൽ അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയർ ട്രെയിനി ആയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആദ്യമേ കയറുന്നത്.
ആ ഒരു റോളുകൾ എന്ന് പറയുന്നത് വളരെയധികം ലൈക് ലോവർ എൻഡിലുള്ള റോളുകളായിരിക്കും. നമുക്ക് കരിയർ അഡ്വാൻസ്മെന്റിന് ഒരുപാട് സമയം എടുക്കുന്നതായിരിക്കും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ MBA എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിഗ്രി നേടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ എത്തുന്നത് ഇതിനേക്കാളൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഡിഗ്രിക്ക് ശേഷം കേറി ഒരു 5 വർഷം വർക്ക് ചെയ്താൽ എത്തുന്ന റോളിലേക്കായിരിക്കും നമ്മൾ 2 വർഷം MBAക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേസ്ഡ് ആവുന്നത്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഹയർ ഏർണിംഗ് പൊട്ടൻഷ്യൽ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ബാങ്കിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ ചെയ്തത് ബികോം ആണ്. അപ്പോൾ എനിക്കൊരു ബാങ്കിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് അന്ന് എൻ്റെ സാലറി എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഒരു ശമ്പളം എന്ന് പറയുന്നത്, എൻ്റെ പാക്കേജ് 5.02 ലാക്ക് ആയിരുന്നു. അതേസമയം എൻ്റെ ഒപ്പം ഡിഗ്രി ചെയ്ത ഒരുപാട് പേർക്കും ആ ഒരു റേഞ്ചിൽ 3 ലക്ഷം 4 ലക്ഷം അങ്ങനെയുള്ള ജോലികളിലേക്കാണ് ഒരുവിധപ്പെട്ട ഡിഗ്രിക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ കയറുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് അവിടെ നിന്നും പിന്നെ വർഷങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കണം വർഷങ്ങളോളം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശമ്പളം കൂടി വരുന്നു. പക്ഷെ ഓരോ വർഷം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു 10% 15% ഒക്കെ നമുക്ക് കൂടി വരുള്ളൂ. അപ്പൊ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് വരുമാനം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊരു ഹയർ ഏർണിംഗ് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് MBA. നെക്സ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്. അതായത് നമ്മൾ ഡിഗ്രി തലത്തിൽ വരെ നമ്മൾ പഠിക്കുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ അക്കാഡമിക് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിന് വരെ നമ്മൾ പ്രോബ്ലം സോൾവിംഗിലേക്കും കുറച്ചുകൂടെ കാര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് ബിൽഡ് ചെയ്യാനും കേസ് സ്റ്റഡി സോൾവ് ചെയ്യാനും ഒക്കെ നമുക്കൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പർട്ടിക്കുലർ കോഴ്സാണ് MBA. ഇനി MBA ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് MBA നമുക്ക് തരുന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ പറഞ്ഞു MBA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഏത് ഡിഗ്രി പഠിച്ചവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ബികോം ചെയ്ത ഒരാളായിരിക്കാം, എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് BTech ചെയ്ത ഒരാളായിരിക്കാം, എന്റെ ഒപ്പം MBBS പഠിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. നമ്മുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് പല പല ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ നമ്മുടെ ഒപ്പം ക്ലാസ്സിലുണ്ടാവും. അവർക്ക് അവരുടെ ഡൊമൈനിൽ നോളജ് ഉണ്ടാവും. അവിടുന്ന് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമുക്ക് അവരെ ഒരുപാട് കാര്യം പഠിപ്പിക്കാനും പറ്റും. ഒപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആലുമിനി നെറ്റ്വർക്ക് ആയിരിക്കും. അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമുക്ക് മുന്നേ പഠിച്ചവരൊക്കെ ഒരുപാട് നല്ല റോളുകളിൽ എത്തിയിട്ടുണ്ടാവാം. നമുക്ക് ആ കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റ് നടത്താം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഓണ്ടർപ്രന്യൂറിയൽ പാത്ത്. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന് വേണ്ട സപ്പോർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആലുമിനി നെറ്റ്വർക്ക്, പിന്നെ എല്ലാ ബിസിനസ് സ്കൂളുകളിലുമുള്ള ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, ഇതിന്റെ എല്ലാം ഹെൽപ്പോടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി MBA തരുന്നു. ഇത്രയാണ് നമ്മളൊരു MBA എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഉത്തരം പറയാനുള്ളത്. ഇനി നമ്മൾ MBAക്ക് ശേഷം നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ബേസിക്കലി നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് മെയിൻലി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ്സ് എടുത്ത് നമുക്കൊരു ജോലിയിലേക്ക് കടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു PGക്ക് ശേഷം നമ്മൾ PhD എടുക്കുന്ന പറയുന്ന പോലെ നമുക്ക് റിസർച്ച് ഓപ്ഷൻസിലേക്ക് മാറാം, അല്ലെങ്കിൽ MBAക്ക് ശേഷം നമുക്കൊരു ഓണ്ടർപ്രണർ ആവാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴികളും നമുക്ക് MBAക്ക് ശേഷമുള്ള കരിയർ പാത്വേസിലുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. 1 പ്ലേസ്മെന്റ്സിലേക്ക് എത്തുക, നമുക്ക് 2 റിസർച്ചിലേക്ക് എത്താം, 3 ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എത്താം. അതിൽ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ്മെന്റിലേക്കാണ്. നമ്മളൊരു MBA പ്രോഗ്രാമിന് ശേഷം നമ്മളൊരു ജോലിക്ക്, ഒരു മാനേജ്മെന്റ് റോളിലേക്ക്, നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികളെ പറ്റിയിട്ടാണ് ഞാൻ അത് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ തൊട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പം സ്ക്രീൻഷോട്ട്സോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് എവിടെ MBA ചെയ്യാനാണെങ്കിലും എന്ത് കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്താൽ വെക്കുന്ന പറ്റുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തിങ് പ്ലേസ്മെന്റ് പ്രോസസ് ആണ്. MBAയിൽ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് പ്ലേസ്മെന്റ് പ്രോസസ് വരുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രീ പ്ലേസ്മെന്റ് ഓഫർ, അഥവാ നിങ്ങൾ PPO എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു MBA ഒരു 2 വർഷ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിന് ശേഷം നമുക്ക് ഒരു 3 മാസം സമ്മർ ബ്രേക്ക് ഉണ്ട്. ആ സമ്മർ ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി അവിടെ നമുക്കൊരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാം. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് അവർക്ക് നമുക്കൊരു ഫുൾ ടൈം റോൾ തരാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ എഫക്റ്റീവ്ലി നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു പ്രോസസ് ആണ് പ്രീ പ്ലേസ്മെന്റ് ഓഫർ. ഇങ്ങനെ ഞാൻ പ്രീ പ്ലേസ്മെന്റ് ഓഫർ കിട്ടിയ ഒരാളാണ്. ഞാൻ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് മുൻപ് കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ ഏകദേശം 4 ഇരട്ടിയോളം എനിക്ക് പ്രീ പ്ലേസ്മെന്റ് ഓഫറിൽ വന്ന ഓഫറിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വർഷത്തെ ഗ്യാപ്പിൽ തന്നെ എനിക്ക് സാലറി ഇൻക്രീസ് ആയത് 4 ടൈംസ് ആണ്. അത് ഈ പ്രീ പ്ലേസ്മെന്റ് ഓഫറിന്റെ ഒരു ഏറ്റവും വലിയ ഗുണമാണ്. നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ജോലി കിട്ടും. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇയർ കുറച്ചുകൂടെ സമാധാനത്തോടെ നമുക്ക് പുതിയ സ്കിൽസ് നമുക്ക് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാനോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് പ്രീ പ്ലേസ്മെന്റ് ഓഫർ തരുന്നത്. ചില കമ്പനികൾ പ്രീ പ്ലേസ്മെന്റ് ഓഫറിന് പകരമായി പ്രീ പ്ലേസ്മെന്റ് ഇന്റർവ്യൂസും കൊടുക്കാറുണ്ട്. അതായത് നമ്മളൊരു ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം
അടുത്ത വർഷം അവരൊരു ഹയറിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രയോറിറ്റി തരുന്നത് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടികൾക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻലേണിനെ പറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻലേണിൽ നിങ്ങൾ ഒരാളെ ഇന്റേൺ ആയിട്ട് ഹയർ ചെയ്തു. അതിനുശേഷം അടുത്ത തവണ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ആദ്യം ഇന്റർവ്യൂവിന് വിളിക്കുക ആ തവണത്തെ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്ത ആളായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രീ പ്ലേസ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇതും ഒരു ഓൾമോസ്റ്റ് സേഫ് ജോബ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവാവുന്ന ഒരു വഴിയാണ്. സെക്കൻഡ് പ്ലേസ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലാറ്ററൽ പ്ലേസ്മെന്റ് ആണ്. ലാറ്ററൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചിലരൊക്കെ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്റെ സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. ഓ സോറി, ഐ ആം സോറി. ഐ ആം എക്സ്ട്രീംലി സോറി. ഒന്ന് പറയാമായിരുന്നു. ഐ ആം സോറി. ഓക്കെ. ഈസ് മൈ സ്ക്രീൻ വിസിബിൾ? ലൈക്ക് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഇനി എങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം. കാരണം ഞാൻ ചാറ്റ് ബോക്സ് ഞാൻ കാണുന്നില്ല. ചാറ്റിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഐ ആം സോറി. എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി പറയാം കേട്ടോ. കാരണം ഞാൻ എന്റെ സ്ക്രീൻ കാണുന്നില്ല. അതുകൊണ്ടാണ്. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ പ്ലേസ്മെന്റ് ആണ്. ഞാൻ വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം. ലാറ്ററൽ പ്ലേസ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഒരു 1 ഇയറിന് മേളിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് സീനിയർ റോളുകളിലേക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു പ്ലേസ്മെന്റ് പ്രോസസ് ആണ്. അത് ഏകദേശം നമുക്ക് ഡിസംബർ മന്തോടെ ഈ ഒരു മാസത്തോടെയാണ് സാധാരണ ബി സ്കൂളുകളിൽ നടക്കാറ്. ലാസ്റ്റ് വരുന്നതാണ് ഫൈനൽ പ്ലേസ്മെന്റ്. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും ജോലിക്ക് എലിജിബിൾ ആവുന്ന ഫൈനൽ പ്ലേസ്മെന്റ്സ്. അത് നമുക്ക് ജാനുവരി മന്ത് തൊട്ട് നമുക്ക് ഫൈനൽ പ്ലേസ്മെന്റ് നടക്കും. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലേസ്മെന്റ് പ്രോസസ്സ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ MBAയിൽ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഏകദേശം നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 സ്പെഷ്യലൈസേഷൻസ് ആണ് ഞാനിപ്പം ഇവിടെ എന്റെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏതൊക്കെ ജോലിയിലേക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ ഈ ഇനിയും വരുന്ന ഭാഗങ്ങളിൽ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ഫൈനാൻസ് ഏരിയയിലെ കരിയേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഫൈനാൻസിൽ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വളരെ നല്ലൊരു അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടാവണം. അതായത് ഒരു കാര്യത്തിനെ അതിന്റെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫൈനാൻസ് എടുക്കാം. ഒപ്പം നിങ്ങൾക്ക് നമ്പേഴ്സ് വെച്ച് നമ്പർ ഡീറ്റെയിൽസ് ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഷെയർ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് നമ്പേഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫൈനാൻസ് നിങ്ങൾക്ക് ഒരു കരിയറാണ്. ഒപ്പം ഓരോ കാര്യത്തിന്റെയും ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അഥവാ അറ്റൻഷൻ ടു ഡീറ്റെയിൽ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഫൈനാൻസിൽ നമുക്ക് മെയിൻലി ഇപ്പം ഒരു MBA ഫ്രഷറിന് കിട്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ബാങ്കിങ് മേഖലയിൽ അസിസ്റ്റന്റ് മാനേജർ, മാനേജ്മെന്റ് ട്രെയിനി, പ്രൊബേഷണറി ഓഫീസർ, ഈ റോളുകളിലേക്കൊക്കെ ആദ്യം പരിഗണിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനാൻസിൽ MBA ആണ്. അതിൽ ഏകദേശം ഇന്നത്തെ ഇന്ത്യയിലെ സാലറി വെച്ചിട്ട് ഏകദേശം ഒരു 12 lakh to 16 lakh ഓൺ ആൻ ആവറേജ് നമുക്ക് കിട്ടും. അത് ഒരു കരിയർ ഓപ്ഷൻ ആണ്. ഒപ്പം ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന റോൾ ഉണ്ട്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. അതില് പർട്ടിക്കുലർ റിലേഷൻസ് നമ്മൾ കണ്ടുപിടിക്കാനും അതനുസരിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന റോളുകളാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന റോൾ വരുന്നത്. അത് ഒരു വളരെ എമേർജിംഗ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ആണ്. അതിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ബിസിനസ് സ്കൂളുകളിൽ ഒരു ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് 7 lakh to 10 lakh ആണ്. നെക്സ്റ്റ് ആണ് നമുക്ക് ഫൈനാൻസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് അസോസിയേറ്റ്സ്. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് നിലവിൽ ലോകത്തെ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതിൽ ഒരുപാട് ഫൈനാൻസ് ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഈ ഫൈനാൻസ് ആസ്പെക്ട്സിലെ ഒരു എൻട്രി ലെവൽ ജോബാണ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് അസോസിയേറ്റ്സ്. ഈ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളതും വളരെ നമുക്ക് സ്കിൽസ് ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു കരിയറാണ്. അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് 10 lakh to 18 lakh, 18.5 lakh ഒക്കെയാണ് നമുക്ക് നിലവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഗവൺമെന്റ് കോളേജസിലും നമുക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജസ്. നെക്സ്റ്റ് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനലിസ്റ്റുകളാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ലാർജർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ബാങ്കിങ് ഡിവിഷൻസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഡിവിഷൻ.
അത്തരം മേഖലകളിൽ അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി MBA ഫൈനാൻസിന് ശേഷം നിങ്ങൾക്ക് കിട്ടാം. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഫൈനാൻസ് മാനേജർ. അതായത് ഇതൊരു ഏകദേശം ഒരു ജനറിക് റോളാണ്. നമുക്കൊരു ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് മാനേജ് ചെയ്യുന്ന ഒരു മാനേജീരിയൽ റോളാണ് ഫൈനാൻസ് മാനേജർ. നെക്സ്റ്റ് ലാസ്റ്റ് അട്രാക്റ്റീവ് ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി റിസർച്ചർ ആണ്. അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇക്വിറ്റി റിസർച്ച് ഫേമുകളുണ്ട്. അവിടെ നമുക്കൊരു ഇക്വിറ്റി റിസർച്ചർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കരിയർ പാത്തുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സ്കില്ലുകൾ, ഇത് MBAക്ക് ഒപ്പം നിങ്ങൾ അക്വയർ ചെയ്യേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു കാര്യങ്ങളുണ്ട്. അതായത് ബിസിനസിന്റെ ഫൈനാൻഷ്യൽ മോഡൽസ് പ്രിപ്പയർ ചെയ്യാനും അവരുടെ സ്റ്റോക്ക് പ്രൈസ് വാല്യുവേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഫൈനാൻഷ്യൽ മോഡലിംഗ് നിങ്ങൾ സ്കിൽസ് അതിൽ അക്വയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഒരു അനലിറ്റിക്കൽ തിങ്കിങ് സ്കിൽ ഉണ്ടാവണം. ഒപ്പം ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻസിയും ഉണ്ടാവണം. ഇതൊക്കെ അക്വയർ ചെയ്യാവുന്ന കോഴ്സുകൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈനാൻഷ്യൽ മോഡലിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിലേക്ക് പോകേണ്ട ഇൻഷുറൻസ് മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇൻഷുറൻസ് മേഖലയിലേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ ആക്ച്വറിയൽ സയൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അഥവാ CFA എന്ന് പറയുന്ന റോള് ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഒപ്പം ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫൈനാൻസിൽ നിങ്ങൾക്ക് MBAക്ക് ശേഷം ഒരു വളരെ മികച്ചൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫൈനാൻസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്കിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഫൈനാൻസിലേക്ക് ഒരു കരിയറിലേക്ക് പറ്റി പ്ലാൻ ചെയ്ത് തുടങ്ങുക. നെക്സ്റ്റ് വളരെ ഏറ്റവും കൂടുതൽ MBA ഗ്രാജുവേറ്റ്സ് എടുക്കുന്ന ഒരു കോഴ്സാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് കാര്യത്തിന്റെ സൊല്യൂഷനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ ആദ്യം ഉറപ്പാക്കുക. ഒപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് സംസാരിക്കാനുള്ള സ്കിൽ ആയിക്കോട്ടെ, എഴുതാനുള്ള സ്കിൽ ആയിക്കോട്ടെ, വരയ്ക്കാനുള്ള സ്കിൽ ആയിക്കോട്ടെ, നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മാർക്കറ്റിംഗ് മാനേജർ ഒരു കരിയർ ആയിട്ട് എടുക്കാം. ഒപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തെ എങ്ങനെ ഏറ്റവും തന്ത്രപരമായി കാര്യം അതിന്റെ റിസൾട്ടിലേക്ക് എത്തിക്കാം, അതായത് ഒരു സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാർക്കറ്റിംഗ് മാനേജർ നിങ്ങൾക്കുള്ള കരിയറാണ്. അപ്പൊ നമ്മുടെ നിലവിൽ മാർക്കറ്റിംഗ് റോളിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ ആണ്. അതായത് ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആസ്പെക്ട്സിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ജേർണലിസ്റ്റ് റോളുകളാണ്. അവിടെ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ്സിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസിനെ പറ്റിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റിംഗ് ടാക്ടിക്സിനെ പറ്റിയിട്ടാവാം. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജനറിക് റോളാണ് മാർക്കറ്റിംഗ് മാനേജർ. ഒപ്പം അതിന് ഏകദേശം ഇന്ത്യയിലെ സാലറി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന റേഞ്ചിലാണ്, 8 lakh to 20 lakh ആണ്. നെക്സ്റ്റ് ഒരു ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് അനലിസ്റ്റ് ആണ്. മാർക്കറ്റിംഗ് അനലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്പനി പല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് കണ്ടന്റ്സ് അവർ ഔട്ട് ചെയ്യുന്നുണ്ടാവാം. ഇതിന്റെ എഫക്റ്റീവ്നെസ്സിനെ നമ്മൾ മെഷർ ചെയ്യാനൊക്കെ ഒരുപാട് അനലിസ്റ്റുകളുണ്ട്. അത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മൾ മാർക്കറ്റിംഗ് അനലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർക്ക് ഏകദേശം ഇതിപ്പോ ഒരു എമേർജിംഗ് കരിയർ ആണ്. അപ്പൊ നിലവിൽ ഇതിൽ സാലറി കമ്പാരിറ്റീവ്ലി ലോ ആണ്, ബട്ട് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി. നിലവിൽ 5 lakh to 6 lakh ആണ് ഇപ്പൊ നിലവിൽ ഇന്ത്യയിലെ ആവറേജ് പാക്കേജ്. ഒപ്പം മാർക്കറ്റിംഗ് റോളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലേസ് ആവുന്ന ഒരു റോളാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. അതായത് ഒരു ബിസിനസ്സിലെ സെയിൽസിനെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എഫക്റ്റീവായി സെയിൽ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു കരിയറാണ് BDE അഥവാ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. ഒപ്പം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്, അതായത് കൺസൾട്ടന്റ് ഫേമുകളിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന അതിനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ബ്രാൻഡിംഗ് ആസ്പെക്ട്സിനെ മാനേജ് ചെയ്യുന്ന ബ്രാൻഡ് മാനേജർ എന്ന റോളിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ സ്പെഷ്യലൈസേഷൻ ശേഷം നിങ്ങൾക്ക് എത്താവുന്നതാണ്. MBAയോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു കരിയറിലേക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഉള്ളവരെക്കാൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സ്കിൽസിനെ MBA പഠനകാലത്ത് അല്ലെങ്കിൽ MBAക്ക് മുൻപോ ഈ ഒരു സ്കിൽസ് നിങ്ങൾ അക്വയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നിലവിൽ നമ്മുടെ മാർക്കറ്റിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ഒരു വൻ കരിയർ ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഒപ്പം സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ ഗൂഗിളിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് ത്രൂ ആയിരിക്കും. അതിനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിനെ പറ്റി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഒപ്പം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, ഹബ്സ്പോട്ട് പോലത്തെ അല്ലെങ്കിൽ സെയിൽസ്ഫോഴ്സ് പോലത്തെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഒപ്പം നിങ്ങൾക്ക് പ്രോജക്ട് മാനേജ്മെന്റ് സ്കിൽസും അക്വയർ ചെയ്യാം. ഈ സ്കിൽസ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൂൾസും കോഴ്സസും ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് MBAയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഒരു ബിസിനസ്സിലെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ, അവരുടെ ഹയറിംഗ് മുതൽ അവരുടെ സാലറി തുടങ്ങിയ അവരുടെ എല്ലാവിധ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്.
ഇതിലേക്ക് എത്തിപ്പെടേണ്ട ഒരാൾക്ക് ആളുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ അഥവാ ഒരു സ്റ്റുഡന്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആള് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതായത് അടുക്കും ചിട്ടയുള്ള ഒരാളായിരിക്കാം. പിന്നെ ആളുകൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരാളുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് ആളുകളോട് തുറന്ന് സംസാരിക്കാനും കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് HR പേഴ്സണൽസിന് ഉണ്ടാകണം. ഒപ്പം ഏറ്റവും നന്നായി ഡീൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് തിങ്കർ ആയിരിക്കണം. ഒപ്പം എമ്പതി എന്ന് പറയുന്ന വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വാല്യൂ ഒരു HR പ്രൊഫഷനിൽ ഉണ്ടാവണം. അപ്പം നിങ്ങളെ പറ്റി ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്കിൽസ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും HR മാനേജറാണ് നിങ്ങളുടെ കരിയർ. HR മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ ഫസ്റ്റ് വരുന്ന HR ജനറലിസ്റ്റ് എന്ന് പറയുന്ന റോളാണ്. HR ജനറലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് HR പാക്കേജ് ആണ്. അതായത് നമുക്ക് ഹയറിംഗ് മുതൽ എംപ്ലോയി ബെനിഫിറ്റ്സ് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള HR ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു HR മാനേജർ ആയിരിക്കും HR ജനറലിസ്റ്റ്. ആ റോളിൽ ഇപ്പൊ നിലവിൽ നമുക്ക് ഇന്ത്യയിലെ ടയർ 3 കോളേജസിലെ ആവറേജ് സാലറീസ് എന്ന് പറയുന്നത്, അതായത് ഗവൺമെന്റ് കോളേജസിലെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 4 lakh to 7 lakh ആണ്. ഒപ്പം നെക്സ്റ്റ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് HR അനലിസ്റ്റ്. അത് വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്കൊരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയി ഡാറ്റാസ് ഉണ്ടാവാം. അതിന്റെ കാര്യങ്ങളെ പറ്റി അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളാണ് HR അനലിസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് HR ടാലന്റ് അക്വിസിഷൻ. HR ടാലന്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ HR ടാലന്റ് അക്വിസിഷൻ റോളിലുള്ള ആളുകളായിരിക്കും നമുക്ക് ഇപ്പൊ ക്യാമ്പസ് ഹയറിംഗിലേക്കും അല്ലാണ്ട് നമുക്ക് ആളുകളുടെ ഹയറിംഗിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. HRന്റെ ഡ്യൂട്ടി ഹയറിംഗ് മാത്രമല്ല, ഇപ്പം എംപ്ലോയീസിന്റെ ട്രെയിനിങ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സാലറി പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഓഫ് ബോർഡിങ് പ്ലാൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് HRനുണ്ട്. അതിനകത്ത് ടാലന്റ് അക്വിസിഷൻ റോളിൽ വരുന്നവർക്ക് വരുന്ന വർക്കാണ് നമ്മൾ ആളുകളെ ജോലിയിലേക്ക് എടുക്കുക എന്നുള്ളത്. അപ്പം അതിന്റെ പാക്കേജസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് HR ബിസിനസ് പാർട്ണർ. HR ബിസിനസ് പാർട്ണർ എന്ന് പറയുന്നതും HR ജനറലിസ്റ്റ് പോലെ തന്നെ എല്ലാവിധ HR ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു HR മാനേജറാണ്. ഇപ്പൊ നിലവിലെ ക്യാമ്പസ് ഹയറിംഗിൽ ഏറ്റവും കൂടുതൽ ആളുകളെ എടുക്കുന്നത് HR ബിസിനസ് പാർട്ണർ റോളിലേക്കാണ്. അതൊരു എമർജിംഗ് റോളാണ്. എന്നിരുന്നാലും ക്യാമ്പസ് ഹയറിംഗിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നതിനാലാണ് ഇത്ര ഹയസ്റ്റ് പാക്കേജസ് അതിനകത്ത് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് HR അനലിറ്റിക് ടൂൾ, ജാമോവി പോലത്തെ HR അനലിറ്റിക്സ് ടൂളുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഒപ്പം ലേബർ റിലേഷൻസിൽ, നെഗോഷിയേഷൻസിൽ, കോമ്പൻസേഷൻ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, ഇതിലൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ കോഴ്സുകളൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ നിങ്ങൾ മാക്സിമം ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ HR മാനേജ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാം. നെക്സ്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഓപ്പറേഷൻസ്. അതായത് അവരുടെ പ്രൊഡക്ഷൻ തൊട്ട് സെയിൽസ് വരെ എത്തിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വളരെ അട്രാക്റ്റീവ് ആണ്. ആ ഒരു ഏരിയയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പ്രോസസ്സുകളെ പറ്റിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കാം ഇതിലേക്ക് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പേന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേന പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയിട്ടുണ്ടായ പ്രോസസ്സുകൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റിലേക്ക് എത്താം. ഒപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. യൂഷ്വലി എഞ്ചിനീയേഴ്സിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇപ്പോൾ ഒരു സ്ട്രോങ് ന്യൂമറിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രോബ്ലം സോൾവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റിലേക്ക് എത്താവുന്നതാണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ലീഡിംഗ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. അതായത് സാധനങ്ങളുടെ നമ്മുടെ കമ്മോഡിറ്റീസിന്റെ മൂവ്മെന്റിനെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് വളരെ എമർജിംഗ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് നല്ലൊരു സാലറിയിലേക്ക് എത്താവുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരുപാട് പർച്ചേസുകൾ ഉണ്ടാവും. ഈ പർച്ചേസുകളെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊക്യൂർ മാനേജ്മെന്റ്. അതിലെ മാനേജർ ആവാം. ഒപ്പം പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് മെയിൻലി വരും നമുക്ക് കൺസ്ട്രക്ഷൻ IT ഏരിയകളിലാണ്. അതായത് പ്രൊജക്ട് കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ആസ്പെക്ട്സിനെ യൂസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഏരിയയാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. ഒപ്പം ക്വാളിറ്റി അഷുറൻസ് മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു ഇതൊരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയ ആണ് പറഞ്ഞ ഓപ്പറേഷൻസ്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിനെ എൻഷുർ ചെയ്യുക എന്നുള്ള ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മാനേജർ റോളുകളിലേക്ക് എത്താം. ഒപ്പം സപ്ലൈ ചെയിൻ അനലിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നൊരു കരിയറിന് ശേഷം നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട സ്കില്ലുകളാണ് പ്രൊജക്ട് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഒപ്പം പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പിന്നെ ക്വാളിറ്റി അഷുറൻസ്. ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് അക്വയർ ചെയ്യാവുന്ന കോഴ്സുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലീൻ സിഗ്മയും പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസുമാണ്. ഇനി ഇപ്പൊ നിലവിൽ ഏറ്റവും എമേർജിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അനലിറ്റിക്സ് ആണ്. അതായത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഒരുവിധപ്പെട്ട യൂണിവേഴ്സിറ്റികളും ബിസിനസ് അനലിറ്റിക്സിന് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നതിനാലാണ് ഞാൻ സ്ട്രാറ്റജിക്ക് വരും ബിസിനസ് അനലിറ്റിക്സിനെ അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. ഒരു ബിസിനസ് അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ ഡ്രിവൻ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതായത് ഒരു കാര്യത്തിന്റെ പിന്നിലെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള നമ്പേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒപ്പം
ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ന്യൂമറിക്കലി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ, തീർച്ചയായും ബിസിനസ് അനലിറ്റിക്സ് നിങ്ങൾക്ക് ഒരു കരിയറാണ്. ഒപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻസി ഉണ്ടാവുകയും വേണം. ബിസിനസ് അനലിറ്റിക്സിലെ പ്രധാനപ്പെട്ട കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റ് ആണ്. ബിസിനസ് അനലിസ്റ്റ് ഇപ്പം ഒരുപാട് അനലിറ്റിക്കൽ റോളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്രാൻഡ് പ്രൊട്ടക്ഷൻ അനലിസ്റ്റ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, നോളജ് സർവീസസ് അനലിസ്റ്റ്, അങ്ങനെ ഒരുപാട് അനലിറ്റിക്കൽ റോളുകളുണ്ട്. ഓരോ ബിസിനസ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനലിസ്റ്റ് റോളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ബിസിനസ് അനലിസ്റ്റ് റോളുകൾക്ക് ഇപ്പോൾ നിലവിൽ ടയർ 3 കോളേജസിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 5 lakh to 10 lakh ആണ്. നെക്സ്റ്റ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് അനലിറ്റിക്സ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ പല പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പല ആപ്പുകൾ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊരു പ്രൊഡക്റ്റ് മാനേജിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല ആപ്സും. അങ്ങനെ ഒരു കരിയറിലേക്ക്, അഥവാ നിങ്ങൾക്ക് നാളെ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പിന്റെ ഡെവലപ്മെന്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മാനേജ്മെന്റ് തീർച്ചയായും നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ സയന്റിസ്റ്റ് ആണ്. ഡാറ്റ സയന്റിസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇതൊരു വളരെ ഡാറ്റ ഡ്രിവൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റയിൽ നിന്ന് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡാറ്റ സയന്റിസ്റ്റ് ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വാൾമാർട്ട്, അമേരിക്കൻ ഷോപ്പിംഗ് ചെയിനായ വാൾമാർട്ടിൽ അവർക്ക് ആളുകളുടെ ബൈയിങ് ബിഹേവിയേഴ്സിനെ പറ്റി പഠിക്കുന്ന ഡാറ്റ സയന്റിസ്റ്റുകളുണ്ട്. അതായത് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾ വാങ്ങുന്ന സാധനങ്ങൾ, ഒരു 3 മാസം 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളെ ബേസ് ചെയ്ത് ഒരാൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് പ്രോഡക്റ്റ് സജഷൻസ് കൊടുക്കാൻ ഉള്ള സോഫ്റ്റ്വെയർ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് വാൾമാർട്ടാണ്. അതെല്ലാം ഡാറ്റ സയൻസിന്റെ സഹായത്തോടെയാണ്. അങ്ങനത്തെ റോളുകളിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയ കരിയറിലേക്ക് എത്താവുന്ന ഒരു ഭാഗമാണ് ഡാറ്റ സയന്റിസ്റ്റ്. ഒപ്പം സ്ട്രാറ്റജി അനലിസ്റ്റ്, അതായത് ഒരു ബിസിനസ്സിൽ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് പോലുള്ള ഭാഗങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ട്രാറ്റജി അനലിറ്റിക്സ്. ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ സ്കില്ലുകൾ, പവർ ബി ഐ പോലുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകൾ പഠിക്കണം. ഒപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് പഠിക്കണം. ഒപ്പം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിരിക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ടാബ്ലോ, പവർ ബി ഐ, പിന്നെ പൈത്തൺ, ജാവ, C++, സി പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പിന്നെ അഡ്വാൻസ്ഡ് എക്സലിലുള്ള ഒരു പ്രൊഫഷൻസി. ഞാനിപ്പം 5 മെയിൻ സ്പെഷ്യലൈസേഷനെ പറ്റി നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സ്പെഷ്യലൈസേഷൻ എല്ലാം നമുക്കൊരു ഹാഫ് ആൻ അവറിലെ എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. അതായത് ഇപ്പം നിലവിൽ MNC-കളുടെ കാലമാണ്. അപ്പം നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണത്. ഒപ്പം ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, നമ്മുടെ റാഷ്യത്ത് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കവർ ചെയ്യുന്നത്. ഒപ്പം റീറ്റെയിൽ മാനേജ്മെന്റ് അഥവാ സ്റ്റോർ മാനേജ്മെന്റ് കാര്യങ്ങൾ, പിന്നെ റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ്, അതായത് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓപ്പറേഷൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. പിന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ടെലികോം മാനേജ്മെന്റ്, എയർപോർട്ട് ആൻഡ് ഏവിയേഷൻ മാനേജ്മെന്റ്, ബാങ്ക് ആൻഡ് ഫൈനാൻസ് സർവീസസ് മാനേജ്മെന്റ്. ഇതൊക്കെ MBAയിൽ ഓഫർ ചെയ്യുന്ന മറ്റ് സ്പെഷ്യലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 സ്പെഷ്യലൈസേഷൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇതുകൊണ്ട് ലിമിറ്റഡ് അല്ല, വേറെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നമുക്കതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോലും ആവാത്ത അത്ര സ്പെഷ്യലൈസേഷൻസ് MBAക്ക് അവൈലബിൾ ആണ്. ഇനി ഞാനിപ്പോൾ ഒരു പ്ലേസ്മെന്റ് ട്രാക്കിൽ നമുക്ക് എങ്ങനെ MBAക്ക് ശേഷം പോകാമെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഒരു B സ്കൂളാണ്, അഥവാ ഒരു MBA കോളേജാണ്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട MBA കോളേജുകളിലും അവരുടേതായിട്ടുള്ള ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും ബിസിനസ് ഇൻക്യുബേറ്റർ എന്താണെന്ന്. ഒരു ബിസിനസ്സിനെ അതിന്റെ ഐഡിയയിൽ നിന്ന് അതൊരു പ്രോപ്പർ ആയിട്ടൊരു പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് ലോഞ്ച് ആവുന്ന വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ബിസിനസ് ഇൻക്യുബേറ്റർ. ഇതിപ്പം IIM അഹമ്മദാബാദിന് ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്, ഞങ്ങളുടെ NIT കാലിക്കറ്റ് ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. ഇതുപോലത്തെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എല്ലാ B സ്കൂളുകളിലും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പ് ഐഡിയാസിനെ ഒരുപാട് സഹായിക്കും. നെക്സ്റ്റ് തിങ് ഇൻട്രസ്റ്റ് മാച്ചിങ്. ഞാൻ പറഞ്ഞു ഫൈൻഡിങ് യുവർ കോ ഫൗണ്ടർ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് മാർക്കറ്റിംഗ് ഫൈനാൻസ് മേഖലകളിൽ എനിക്ക് സ്കില്ലുണ്ട്. എനിക്ക് ടെക് മേഖലകളിൽ അറിവുള്ള ഒരാളെ എനിക്ക് കോ ഫൗണ്ടർ ആയിട്ട് വേണം. അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ സ്ഥലമാണ് B സ്കൂൾ. കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് മേഖലകളിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകളാണ്, അവർക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. ആ സ്കില്ലുകളെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വരും. നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ഓഫ് ടാലന്റ് വിത്തിൻ ദ ബാച്ച്. അതും ഈ ഞാൻ പറഞ്ഞതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. കാരണം എന്റെ ബാച്ചിൽ ചിലപ്പോൾ നല്ല ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ CA ഉണ്ടാവാം. നമുക്ക് അവരുടെ എല്ലാ സ്കിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആലുമിനി നെറ്റ്വർക്ക്. ഇപ്പം നമ്മുടെ ഒപ്പം പഠിച്ചവർ, സീനിയേഴ്സ് ആയിട്ടുള്ളവർ, പഠിച്ചു പോയവരൊക്കെ നമുക്ക് ആവശ്യമുള്ള മേഖലകളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കാം. മേ ബി ഇപ്പം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളെ ഒക്കെ നമുക്കൊരു ആലുമിനി നെറ്റ്വർക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഇന്ത്യയിലെ ബി സ്കൂളുകളിൽ നിന്ന് മാത്രം ഉണ്ടായ സ്റ്റാർട്ടപ്പുകളെയാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളായ ലെൻസ്കാർട്ട്, ടെക്സിഗോ, ബിഗ് ബാസ്ക്കറ്റ്, ഡെലിവറി, അർബൻ കമ്പനി, ഫസ്റ്റ് ക്രൈ, നൈക്ക, ഫാർമസി, മേക്ക് മൈ ട്രിപ്പ്, ഭാരത് പേ, ഡിറ്റോ ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികളെല്ലാം ബി സ്കൂളുകളിലെ ഇൻക്യുബേറ്റേഴ്സിൽ നിന്ന് ഉണ്ടായ കമ്പനികളാണ്. സോ ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു വഴി നിങ്ങൾ തീരുമാനിക്കാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും MBA നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ആൻഡ് MBAക്ക് ശേഷം നിങ്ങൾക്ക് എത്താവുന്ന ഏറ്റവും ലാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റിസർച്ച് മേഖലയിലേക്കാണ്. ഇപ്പം PG ചെയ്തതിനു ശേഷം PhD ചെയ്ത് ടീച്ചിങ്ങിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ റിസർച്ചിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും MBA ഒരു നല്ല ഓപ്ഷനാണ്. MBAക്ക് ശേഷമുള്ള ടീച്ചിങ് ഒക്കെ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലൊക്കെ മാസ ശമ്പളം വാങ്ങുന്ന സ്റ്റാർട്ടിംഗ് സാലറി കിട്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ് ടീച്ചിങ് ഏരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ PhD എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് UGC നെറ്റ് എഴുതി നിങ്ങൾക്ക് അതിലേക്ക് എത്താം. ഒപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ IIM ബാംഗ്ലൂരിന് അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് ഉണ്ട്, IIM അഹമ്മദാബാദിനുണ്ട്, IIM കോഴിക്കോടിനുണ്ട്, NIT കാലിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും അവരുടേതായിട്ടുള്ള അഡ്മിഷൻ എൻട്രൻസുകൾ ഉണ്ടാവാം. അതിലൂടെ നിങ്ങൾക്ക് PhDയിലേക്ക് പ്രവേശിക്കാം. പിന്നെ IIM ബാംഗ്ലൂർ, ISB പോലത്തെ പ്രീമിയം ബി സ്കൂളുകൾ നടത്തുന്ന അവരുടേക്ക് നമുക്ക് എൻട്രൻസുകൾ കിട്ടാനുള്ള GMAT എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സാംസും നമുക്ക് PhD എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ഫാക്ടറാണ്. നിലവിൽ ഇത്രയുമാണ് നമുക്ക് MBAക്ക് ശേഷം നിങ്ങൾക്ക് പോസിബിളി നമുക്ക് മുന്നേക്ക് കൊണ്ടുപോകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കിൽസിന് ചേർന്ന ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ ബിൽഡ് ചെയ്യുക. ഒപ്പം ലിങ്ക്ഡിൻ പോലത്തെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുക. ഓൺലൈൻ കോഴ്സസ് ചെയ്യുക, കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ റെസ്യൂമിനെ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു MBA പീരീഡ് യൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പം MBA കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലേക്ക് നിങ്ങൾക്ക് എത്താമെന്നുള്ളത് പറഞ്ഞു. ഈ ഒരു മേഖലകളിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CUET PG. ഇപ്പൊ CUET PG സെഷൻസിനെ പറ്റിയിട്ട് ഇനി ഹാൻഡിൽ ചെയ്യുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി റാഷിദ് അലിയാണ്. അപ്പം ഈ ഒരു സെഷന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോളിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിന് ശേഷം ചാറ്റിൽ എന്നോട് ചോദിക്കാം. അപ്പം റാഷിദ്, ഓവർ ടു യു. താങ്ക് യു. ഓക്കെ, സോ ഓൾമോസ്റ്റ് സുരേഷ് സാറ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് വിചാരിക്കുന്നു, കരിയറിൻ്റെ കാര്യങ്ങളും ഒക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. സോ നമ്മൾ അടുത്ത സ്പീക്കർ, അടുത്ത സാർ എന്ന് പറയുന്നത് റാഷിദ് സാറാണ്. അപ്പം സാർ ഇവിടെ അല്ലേ? ഹലോ. ഓക്കെ, സോ സാർ ഓവർ ടു യു. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? അതെ സാർ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഹലോ, എൻ്റെ സ്ലൈഡ് വിസിബിൾ ആണോ? വിസിബിൾ ആണ് സാർ, വിസിബിൾ ആണ് സാർ. അത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വലുതായി കാണാൻ പറ്റും. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പോൾ സൂരജ് സാർ നമ്മുടെ MBAനെ കുറിച്ച് പല കാര്യങ്ങളും ഇതുവരെ പറഞ്ഞു തന്നു. എങ്ങനെ MBA എടുക്കണം, ഏത് എക്സാംസ് വഴിയാണ് MBA കിട്ടുക, പിന്നെ ഏതൊക്കെ കോഴ്സിലോട്ട്, ഏതൊക്കെ സ്പെഷ്യലൈസേഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ സൂരജ് സാർ ഇതുവരെ സംസാരിച്ചു. ഹലോ, അതിനെക്കുറിച്ചൊക്കെ സൂരജ് സാർ ഇതുവരെ സംസാരിച്ചു. അപ്പം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് MBA ത്രൂ CUET PG എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്.
എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ, കാരണം അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. സോ പ്ലീസ് ടേൺ ഓഫ് യുവർ മൈക്ക്. ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോൾ ഓക്കെ ആണോ? സാർ പ്രസന്റ് ചെയ്തോളൂ, ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് CUET PGയുടെ ത്രൂ ഏതൊക്കെ കോളേജ് MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പേർക്സ് എന്താണ്, അവിടെയൊക്കെ MBA പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് എങ്ങനെ കിട്ടും, പിന്നെ അവിടെ PPO ഉണ്ടോ, ലാറ്ററൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള MBA നമ്മൾക്ക് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എൻ്റെ സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? സാർ അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ സ്ലൈഡ്? അത് ഓഫ് ആയി. ഓ പറ്റും. ഒറ്റ മിനിറ്റ്. ഓക്കെ, ക്ലിയർ ആണ് സാർ. ഇപ്പോൾ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ MBA CUET PGയുടെ ത്രൂ ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്ലൈഡ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതാണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 2 സ്പെഷ്യലൈസേഷൻ MBA ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് MBA ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്, ഒന്ന് MBA ബിസിനസ് അനലിറ്റിക്സ് ആണ്, ഒന്ന് MBA എക്സിക്യൂട്ടീവ് ആണ്. അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 5ഓളം സ്പെഷ്യലൈസേഷൻ, CU പഞ്ചാബിൽ ഒരു സ്പെഷ്യലൈസേഷൻ, CU ഹരിയാനയിൽ ഒരു സ്പെഷ്യലൈസേഷൻ, BBAU ലക്നൌവിൽ ഒരു സ്പെഷ്യലൈസേഷൻ, CU തമിഴ്നാടുവിൽ 4 സ്പെഷ്യലൈസേഷൻ ഉണ്ട്, CU കേരളയിൽ 2 സ്പെഷ്യലൈസേഷൻ ഉണ്ട്, CU കർണാടകയിൽ സ്പെഷ്യലൈസേഷൻ ഒന്നുണ്ട്. അപ്പോൾ CUET PGയുടെ എക്സാം പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചാൽ, ഡൊമൈൻ നോളജിൽ 75 ക്വസ്റ്റ്യൻസ് ആണ്, MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവർ NTA കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ 75 ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ സിലബസ് എന്താണെന്ന് വെച്ചാൽ, ബേസിക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതായത് ഇംഗ്ലീഷിലുള്ള ഗ്രാമറുകൾ, അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറി, അതുപോലത്തെ ഇംഗ്ലീഷിലുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള നോളജുകളും, പിന്നെ ഹിന്ദി കംപ്രഹെൻഷൻ, ഹിന്ദിയിലുള്ള ബേസിക് ആയിട്ടുള്ള നോളജുകളും, അതേപോലെ ജനറൽ നോളജ്, റീസണിങ്, അതേപോലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് 75 ക്വസ്റ്റ്യൻസ് ആയിട്ട് NTA കണ്ടക്ട് ചെയ്യുമ്പോൾ തരാറുള്ളത്. അതേപോലെ ഓരോ MBA പ്രോഗ്രാംസിനും ഡിഫറെൻറ്റ് പേപ്പർ കോഡ് ഉണ്ട് എന്നുള്ളതാണ് ഈ CUETയുടെ വേറൊരു പ്രത്യേകത. അതായത് MBA അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ്സിൽ താല്പര്യമുള്ള ആൾക്ക് വേറെ സബ്ജക്റ്റ് നോളജ് വെച്ചിട്ടുള്ള പേപ്പറാണ് CUET PG NTA എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ പേപ്പർ തരാറുള്ളത്. ആ ഒരു പേപ്പറിൽ മാത്രം കിട്ടിയ മാർക്ക് വെച്ചിട്ടാണ് അവിടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലോട്ട് അഡ്മിഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ MBA പ്രൊവൈഡ് ചെയ്യാനുള്ള 3 തരത്തിലുള്ള എക്സാം, 3 പേപ്പർ കോഡുകളാണ് പൊതുവെ CUET PGയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, CUET PG അപ്ലൈ ചെയ്യുമ്പോൾ MBAക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പ്രോസ്പെക്ടസ് എടുത്ത് വായിച്ചിട്ട് ഏത് സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ചുള്ള പേപ്പർ തന്നെ ഫില്ല് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അതായത് CUQP 11 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ ഒരു പേപ്പർ
എഴുതി കഴിഞ്ഞാൽ അതിൽ വരുന്ന മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടിസ് മുംബൈ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിൽ നിങ്ങൾക്ക് HRM എന്ന് പറയുന്ന കോഴ്സിലോട്ട് COQP11 ആണ് അവരുടെ എലിജിബിൾ ആയിട്ടുള്ള പേപ്പർ കോഡ്. ആ ഒരു പേപ്പർ എഴുതിയ ആളുകൾക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അതേപോലെ COQP12 ഈ ഒരു പേപ്പർ കോഡ് ആണ് പൊതുവെ ഒട്ടുമിക്ക 10-30ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ മറ്റുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും നോക്കാറുള്ളത് ഈ COQP12 ഉള്ള പേപ്പറാണ്. ആ ഒരു പേപ്പർ പൊതുവെ മാനേജ്മെന്റിനായിട്ടുള്ള പേപ്പറുകളാണ്. അതിൽ വരാൻ പോകുന്ന എക്സാം സിലബസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, അതേപോലെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് പോലത്തെ സബ്ജക്റ്റുകളാണ് അതിൽ ചോദിക്കാറുള്ളത്. അതിൻ്റെ 75 ക്വസ്റ്റ്യനിൽ 300 മാർക്കാണ് ടോട്ടൽ ആയിട്ടുള്ള മാർക്ക് ഉള്ളത്. അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്ന സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ COQP12 എന്നുള്ള പേപ്പറാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ജനറൽ പേപ്പറായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോഴ്സ്, അതിലോട്ടുള്ളൊക്കെ എക്സാം COQP12 എന്ന് പറയുന്ന പേപ്പറാണുള്ളത്. അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതായത് UG ഗ്രാജുവേഷൻ ലെവൽ, ഡിഗ്രി ലെവലിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് MBA ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ആ MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലോട്ടുള്ള എലിജിബിലിറ്റി എന്ന് വെച്ചാൽ BSc, BPharm, MBBS, BDS, BAMS, BAHS, അതേപോലെ തന്നെ മറ്റുള്ള FARM-D പോലത്തുള്ള കോഴ്സുകളാണ് അതിലോട്ടുള്ള എലിജിബിലിറ്റി. UGയിൽ ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് COQP22 വെച്ചിട്ട് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോട്ടുള്ള അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതുപോലെ MBA എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട 4 കാര്യങ്ങളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും ഇനി ഏത് B സ്കൂൾ ആയാലും നമ്മൾ ബേസിക് ആയിട്ട് 4 കാര്യങ്ങളാണ് MBA ഒപ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമ്പസിനെ കുറിച്ച് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഇൻഡസ്ട്രി എക്സ്പോഷർ എങ്ങനെയാണ്. അവിടെ 2 വർഷത്തെ MBA പ്രോഗ്രാമിനിടയിൽ അവർക്ക് ആ ഒരു ക്യാമ്പസിന്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്രത്തോളം ഇൻഡസ്ട്രീസ്, കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാർട്ടപ്സുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, അവരെത്രത്തോളം സ്റ്റുഡൻസിനെ അവിടെ ട്രെയിനിങ്ങിന് പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ അന്വേഷിച്ച് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു B സ്കൂളിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കണക്ഷൻ, അവർക്ക് മറ്റുള്ള ഓർഗനൈസേഷനിലുള്ള കണക്ഷൻ. അതാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നല്ല പ്ലേസ്മെന്റുകളുണ്ട്. എന്നാൽ ടയർ 1, ടയർ 2, ടയർ 3 ഈ ഒരു കാറ്റഗറിയിലാണ് യൂണിവേഴ്സിറ്റീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടയർ 1 പ്ലേസ്മെന്റ്സ്, നല്ല പ്ലേസ്മെന്റ്സ് കിട്ടാറുണ്ട്. ടയർ 2യിലുള്ള യൂണിവേഴ്സിറ്റീസിന് പൊതുവെ ആവറേജ് പ്ലേസ്മെന്റ്സ് കിട്ടാറുണ്ട്. ടയർ 3യിലുള്ള യൂണിവേഴ്സിറ്റീസിന് പൊതുവെ പ്ലേസ്മെന്റ്സ് കിട്ടാറില്ല. അതേപോലെ തന്നെയാണ് അതിൻ്റെ കട്ട് ഓഫും പോവാറുള്ളത്. നല്ല കട്ട് ഓഫ് ടയർ 1 യൂണിവേഴ്സിറ്റീസിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ടയർ 1 യൂണിവേഴ്സിറ്റീസ് എന്താണ്, ടയർ 2 യൂണിവേഴ്സിറ്റീസ് എന്താണ്? ടയർ 1 യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നല്ല പഴക്കമുള്ള, നല്ല NIRF റാങ്കിങ് ഉള്ള, NAC അക്രിഡിയേഷൻ നല്ല ഗ്രേഡുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ടയർ 1 യൂണിവേഴ്സിറ്റീസ്. ആ ടയർ 1 യൂണിവേഴ്സിറ്റീസിൽ വരുന്ന 4-5 യൂണിവേഴ്സിറ്റീസ് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി, അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അങ്ങനെ 4-5 യൂണിവേഴ്സിറ്റീസുകളാണ് ടയർ 1 യൂണിവേഴ്സിറ്റീസിൽ വരാറുള്ളത്. അതിൽ MBA പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്, അതേപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും MBA പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് MBA CUET PG വഴിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള FMS ആണ് FMS ആണ് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന ഒരു ബിസിനസ് സ്കൂളാണ് FMS. അവിടേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് CATൻ്റെ ത്രൂ ആണ്. CAT എക്സാം ബേസിക്കലി നടക്കുന്നത് നവംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ അതിൻ്റെ റിസൾട്ട് ഔട്ടാവും. അതിനുശേഷം ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്.
പക്ഷെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് CUT PGയെ കുറിച്ചാണ്. അപ്പോൾ CUT PGയെ കുറിച്ച് പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ FMS ഇൻസ്റ്റിറ്റ്യൂട്ട് അത് CUT PGയുടെ അണ്ടറിലല്ല വരുന്നത്. അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി CUT PGയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ CUT PGയുടെ അണ്ടറിൽ വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് MBA ബിസിനസ് സ്കൂൾ ഏതാണെന്ന് എന്നോട് ആരെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതാണ്. അവിടുത്തെ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയാലും ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ആയിക്കഴിഞ്ഞാലും അവിടെ നല്ല പാക്കേജ്, നല്ല പ്ലേസ്മെൻറ്റ്, നല്ല ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവിടുത്തെ ഒരു ആവറേജ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 7 LPA 8 LPA പെർ ആനം ആണ്. അവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 15 LPA 16 LPA എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ സൂരജ് സാർ സംസാരിച്ചതിൽ നല്ല പാക്കേജിനൊക്കെ നല്ല ഉയർന്ന പാക്കേജുകളൊക്കെ നമ്മൾ കണ്ടു. ആ പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ MBA എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ ഡിഗ്രിയിൽ, കുറഞ്ഞ ഫീയിൽ നമുക്കൊരു MBA ഡിഗ്രി കിട്ടും എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ MBAയിൽ ഉപരി അവിടെ മറ്റുള്ള പല 50ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ, 60ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള നമുക്ക് ഇൻട്രാക്ഷൻ കൂടും. മറ്റുള്ള സ്റ്റുഡൻസിനോടുള്ള ഇൻട്രാക്ഷനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലോട്ടുള്ള എക്സ്പോഷറും അത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കുറഞ്ഞ ഫീൽ MBA കംപ്ലീറ്റ് ചെയ്യുന്നു, നമുക്ക് AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു MBA ഡിഗ്രി കിട്ടുന്നു. AICTE അപ്രൂവ്ഡ് മീൻസ് ഇന്ത്യയിൽ MBA കോളേജസിന് MBA ഡിഗ്രി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AICTE. AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണോ, അതേപോലെ അവർ തരുന്ന സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ത്രൂ അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് മറ്റുള്ള കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടും, മറ്റുള്ള പ്രോഗ്രാംസിലോട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൂടും, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കൂടും. അങ്ങനെ അപ്പോൾ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുള്ള 2 കോഴ്സുകളാണ് ഞാൻ പൊതുവെ എന്നോട് ആരും ചോദിക്കാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുകൂടാതെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തേർഡ് സെമ്മിലോട്ട് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. തേർഡ് സെമ്മ് കഴിഞ്ഞു. ഇപ്പോൾ ഫോർത്ത് സെമ്മ് എനിക്ക് ഇൻറ്റേൺഷിപ്പാണ്, 6 മന്ത് ട്രെയിനിങ് പ്രോഗ്രാമാണുള്ളത്. അതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സിലെ 35 പേർക്കും ജോബായി. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് 2 ജോബ് 3 ജോബ് ഓഫേഴ്സൊക്കെ വന്നതോടെ അവർക്ക് ഇപ്പോൾ മറ്റുള്ള 2 കമ്പനീസിനെ റെഫ്യൂസ് ചെയ്യേണ്ട ഒരു കൂടെയാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യലൈസേഷൻ കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ MBA ഹെൽത്ത് കെയർ ആൻഡ് അപ്പോൾ MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ 35 പേരുണ്ടെങ്കിൽ 70 ജോബ്സോളം നമ്മുടെ ക്ലാസ്സിലോട്ട് മാത്രം വന്നു കഴിഞ്ഞു. അപ്പോൾ അവർ റെഫ്യൂസ് ചെയ്യേണ്ട ഒരു രീതിയിലോട്ട് എത്തി. അപ്പോൾ അത്രത്തോളം സ്കോപ്പ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതേപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റുള്ള 2 MBA CUTയുടെ ത്രൂ കൂടി ഞാൻ പറയാം. CUT PGയുടെ ത്രൂ MBA ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടിയുണ്ട്. ഇപ്പോൾ സൂരജ് സാറ് പറഞ്ഞ പോലെ തന്നെ ഡാറ്റ അനലിസ്റ്റ്, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അതേപോലെ ഡിഫറെൻറ്റ് അനലിസ്റ്റ് റോളുകളിലേക്കും അതേപോലെ ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് ഡൊമൈൻ അനലൈസ് ചെയ്യുന്ന ഒരു പാറ്റേണിലേക്കും ജോബ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് MBA ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ MBA ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ് 75% സ്റ്റുഡൻസ് അവരുടെ ക്ലാസ്സിൽ നിന്ന് പ്ലേസ്ഡ് ആയി കഴിഞ്ഞു. തേർഡ് സെമ്മ് ആയപ്പോഴേക്കും അതായത് 35 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 23ഓളം പേര് ഇതുവരെ പ്ലേസ് ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരും കൂടി പ്ലേസ് ആവാനേ ഉള്ളൂ. അവർക്ക് ഒരു സെമ്മ് കൂടിയുണ്ട്, അതിലവരും പ്ലേസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും BHU ആയാലും ഇവിടേക്കുള്ള ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി പൊതുവെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും MBAയുടെ ഫീ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 പെർ സെമസ്റ്റർ മുതൽ 70,000 പെർ സെമസ്റ്റർ, 80,000 പെർ സെമസ്റ്റർ വരെ ഫീ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ കോഴ്സ് ഫീനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 ടോട്ടൽ കോഴ്സ് ഫീ നമുക്ക് MBA തീർക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് ആയാലും അതേപോലെ IGNTU ആയാലും ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും
അവിടെയൊക്കെ MBAയുടെ ഫീസ് എത്രയെന്ന് വെച്ചാൽ 25,000 to 50,000 60,000 വരെയാണ് ടോട്ടൽ 2 വർഷത്തെ കോഴ്സ് ഫീ. ഹലോ സാറിന്റെ ലൈക്ക് സ്ലൈഡ് ചേഞ്ച് ആവില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഒന്ന് ഓക്കെ നോക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ BHUവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, HCUവിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ ഹൈദരാബാദ് അതേപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 5 സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട്. ഏതൊക്കെ സ്പെഷ്യലൈസേഷനാന്ന് വെച്ചാൽ നമ്മുടെ സൂരജ് സാർ പറഞ്ഞ പോലെ തന്നെ MBA ജനറൽ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അത് കോഴ്സിന്റെ പേര്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് മാനേജ്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് റീറ്റെയിൽ മാനേജ്മെന്റ് ഉണ്ട്, അതേപോലെ ബാങ്കിങ് ഉണ്ട്. അതേപോലെ പല സ്പെഷ്യലൈസേഷനുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. 75 ക്വസ്റ്റ്യൻസ് ആണ്, 75 മിനിറ്റ് ഡ്യൂറേഷൻ ആണുള്ളത്. പേപ്പർ കോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. COQP 1 എന്ന് പറയുന്ന പേപ്പറാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന് മാത്രമുള്ള ഒരു പേപ്പറാണ് COQP 1. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ MBA അഗ്രി ബിസിനസ് ആണ്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനേജ്മെന്റ് കോഴ്സാണ് MBA അഗ്രി ബിസിനസ്. അതിൻ്റെ സിലബസ് എന്താന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലെ ബേസിക് ആയിട്ടുള്ള നോളജുകൾ ആണ് അതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. COQP 11 വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു കോളേജാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിസ് മുംബൈനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെ HRM എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ അവിടുത്തെ പാക്കേജ് പോകുന്നത് എത്രയെന്ന് വെച്ചാൽ അവിടുത്തെ ആവറേജ് പാക്കേജ് തന്നെ 10 lakh per annum, 10 LPA ആണ് അവിടുത്തെ ആവറേജ് പാക്കേജ് അവിടെ പോകുന്നത്. അതേപോലെ COQP 12 വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു കോളേജസ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും. COQP 22 എന്ന് പറയുന്ന പേപ്പർ കോഡ് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ മാത്രമായിട്ടുള്ള ഒരു പേപ്പർ കോഡാണ്. അത് വെച്ചിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതേപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ CUET സ്കോറിന്റെ ബേസിസ് വെച്ചിട്ട് അവർ 60% സ്കോളർഷിപ്പ്, 70% സ്കോളർഷിപ്പ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സിലബസുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി കട്ട് ഓഫിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2023 CUET PG എഴുതിയ ഒരാളാണ്. അന്നത്തെ പാറ്റേൺ 100 ക്വസ്റ്റ്യൻസ് 400 മാർക്സ് ആയിരുന്നു. 75 ക്വസ്റ്റ്യൻസ് ആ ഡൊമൈൻ നോളേജ്, ആ സബ്ജക്റ്റ്, നമ്മൾ ഏതാണോ സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നത്, ഏതാണോ പേപ്പർ കോഡ് എഴുതാൻ പോകുന്നത്, അതിലെ സബ്ജക്റ്റ് ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 75 ക്വസ്റ്റ്യൻസ് വരും. അത് കൂടാതെ 25 ക്വസ്റ്റ്യൻസ് വരുന്നത് നോർമൽ ആയിട്ടുള്ള GK പേപ്പറാണ് അന്നത്തെ ടൈമിൽ വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ കട്ട് ഓഫ് പോയത് 400-ൽ 251 മാർക്സ് ആണ് ടോപ്പറിന്, ഓൾ ഇന്ത്യ ടോപ്പറിന് കിട്ടിയ മാർക്ക് 251 ആണ്. എനിക്ക് കിട്ടിയ മാർക്ക് 228 ആണ്. എനിക്ക് അന്ന് സെക്കൻഡ് റാങ്ക് ആയിരുന്നു എൻ്റെ ഈ COQP 22 എന്ന് പറയുന്ന പേപ്പർ കോഡിൽ. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം CUET PG എന്തായി, അതിൻ്റെ പാറ്റേൺ മാറി, NTA പാറ്റേൺ മാറ്റി 75 ക്വസ്റ്റ്യൻസിലോട്ട് കൊണ്ടുവന്നു. ആ 75 ക്വസ്റ്റ്യൻസും സബ്ജക്ട് നോളജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. CUETയുടെ പ്രോസ്പെക്ടസിൽ നോട്ടിഫിക്കേഷനിൽ വരുന്ന സിലബസിൻ്റെ സെയിം സിലബസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുക. ഒരിക്കലും എക്സാമിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ചോദിക്കാറില്ല. ഒരു ആവറേജ് ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക് നോളജ് എത്രത്തോളം ഉണ്ടോ അതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ CUET PG വെച്ചിട്ടല്ല നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടുന്നത്. CUET PG അത് ഒരു എക്സാമിനേഷൻ മാത്രമാണ് CUET PG നടത്തുന്നത്, NTA നടത്തുന്നത്. ആ എക്സാമിൻ്റെ സ്കോർ വെച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റി അവരുടെ ആപ്ലിക്കേഷൻ വിളിക്കും. അതായത് അതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസും അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് വിളിക്കും. ആ ആപ്ലിക്കേഷൻസ് വിളിക്കുന്ന ടൈമിൽ നമ്മൾ ആ യൂണിവേഴ്സിറ്റീസിലോട്ട് അപ്ലൈ ചെയ്യലാണ്, ഓരോ പേപ്പറിലോട്ടും അപ്ലൈ ചെയ്യലാണ് പൊതുവെ നടത്താറുള്ളത്. ടെൻറ്റേറ്റീവ് ഡേറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആപ്ലിക്കേഷൻ CUET PGയുടെ ഈ January 1st വീക്കോട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ February 1st വീക്ക് ക്ലോസ് ചെയ്യും.
ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മേ ബി ഒരു 1 വീക്ക് കൂടെ അല്ലെങ്കിൽ 10 ഡേയ്സ് കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാ വർഷത്തെയും പോലെ. അതേപോലെ തന്നെ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും അവർ എക്സാം നടത്തും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമ്മൾ CBT ആണ് എക്സാം. നമ്മൾ പോകുന്നു, കമ്പ്യൂട്ടറിൽ 4 ഓപ്ഷൻസ് കാണുന്നു, ടിക്ക് ചെയ്യുന്നു. തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്ക് കുറയുന്നു, അതായത് 0.25 മാർക്സ് കുറയും. നമ്മൾ ശരിയാക്കിയ ഉത്തരത്തിൽ നിന്നും കുറയും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇങ്ങനെയാണ് പാറ്റേൺ. അതേപോലെ തന്നെ CUET PGന്റെ റിസൾട്ട് ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും അവർ CUET PGയുടെ റിസൾട്ട് പൊതുവെ NTA റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും റിസൾട്ട് ഔട്ടാവും. മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും തന്നെ പല യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ CUET സ്കോർ കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സ്കോർ കാർഡ് അവിടുത്തെ ആപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ സ്കോർ ചെയ്യുന്നു, അവർ കട്ട് ഓഫ് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് കട്ട് ഓഫ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അഡ്മിഷൻ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡിന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് ഈ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിട്ട് ഞാൻ കണ്ടത് ഫോർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സാണ്. അവിടുത്തെ പാക്കേജ് പോകുന്നത് ആവറേജ് പാക്കേജ് 10 lakh per annum ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്. അതേപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ കോഴ്സിന് COQP 22 വെച്ചിട്ടുള്ള MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് 100% പ്ലേസ്മെൻറ്റാണ്. എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടും. അവിടെ അഡ്മിഷൻ എടുത്ത്, അത് ഗ്യാരണ്ടി ആയിട്ടല്ല, ബട്ട് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഗ്യാരണ്ടി ഒരിക്കലും പറയുന്നില്ല. അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇതുവരെ നടന്നു വന്നിട്ടുള്ള 15 വർഷമായിട്ട് 100% പ്ലേസ്മെൻ്റ് ആണ് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സിനുള്ളത്. അതേപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സിന് 75 to 80% കുട്ടികളും പ്ലേസ് ആവാറുണ്ട്. അവർക്ക് പോകുന്ന ആവറേജ് പാക്കേജ് എത്രയെന്ന് വെച്ചാൽ 7 LPA ആണ്. ഹയസ്റ്റ് പാക്കേജ് 13 LPA വരെ പോവാറുണ്ട്. 13 lakh per annum 13 LPA വരെ പോവാറുണ്ട്. അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്മെൻറ്റ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 3 ക്യാമ്പസുകളുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റി ഓൺ ക്യാമ്പസ് ആണ്. അതേപോലെ തന്നെ 2 ഓഫ് ക്യാമ്പസുകളുണ്ട്. ഒന്ന് പോർട്ട് ബ്ലെയറിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ പോർട്ട് ബ്ലെയറിലും, അതേപോലെ ഒന്ന് പുതുച്ചേരിയിലാണ് ഉള്ളത്. അപ്പോൾ 5 കോഴ്സ്, 6ഓളം സ്പെഷ്യലൈസേഷൻ, 5 or 6 സ്പെഷ്യലൈസേഷൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തരാറുണ്ട്. അതേപോലെ CU പഞ്ചാബിൽ അഗ്രി ബിസിനസ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. CU ഹരിയാനയിൽ ജനറൽ MBA ആണ് ഉള്ളത്. അപ്പോൾ ഈ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്ലേസ്മെൻറ്റ് നല്ലതാണ്. ബാക്കി വരുന്ന യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ കുറവാണ്. ബിക്കോസ് അവിടെ ഇപ്പോൾ അടുത്തായിട്ട് MBA കോഴ്സുകൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇപ്പോൾ CU കേരളയിൽ ഇപ്പോൾ 2-3 വർഷമായിട്ട്, 2.5 വർഷമായിട്ട് കോഴ്സ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പല കമ്പനീസിനോടുള്ള നെറ്റ്വർക്കിംഗ് അവർക്ക് ഇപ്പോൾ കുറവാണ്. അപ്പോൾ ആ നെറ്റ്വർക്കിംഗ് വന്നു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്കുള്ള പ്ലേസ്മെൻറ്റ്സും ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഞങ്ങളുടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഹൈദരാബാദിലെ ഭയങ്കര പോഷ് ആയിട്ടുള്ള ഏരിയയിലായിട്ടുള്ള ഹൈടെക് സിറ്റിയിലാണത് ഉള്ളത്, സ്ഥാപനം ഉള്ളത്. അപ്പോൾ അവിടെ അടുത്തായിട്ട് തന്നെ IT കമ്പനീസ് ഒരുപാടുണ്ട്. അതേപോലെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ളൊക്കെ നെറ്റ്വർക്കിങ്ങും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ അടുത്തായതുകൊണ്ട്, അത് ക്യാമ്പസിനോട് അടുത്തായിട്ടുള്ളത് ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് നന്നായിട്ട് കിട്ടുന്നു. അപ്പോൾ അതും ഒരു ഫാക്ടറാണ് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മറ്റുള്ളവരോടുള്ള കണക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. അതേപോലെ ഈ താഴെ വരുന്ന യൂണിവേഴ്സിറ്റീസിലൊന്നും അങ്ങനെ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറഞ്ഞ പൈസക്ക്, കുറഞ്ഞ ഫീൽ, നമുക്കൊരു നല്ലൊരു MBA ഡിഗ്രിയും നല്ല ഒരു ലൈഫിൽ എക്സ്പോഷറും കുറേ ആളുകളോടുള്ള ഇൻട്രാക്ഷനും അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 വർഷം തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജൂനിയർ മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലോട്ടായിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം നമ്മൾ അസിസ്റ്റന്റ് മാനേജറോ അല്ലെങ്കിൽ മാനേജറോ പോസ്റ്റിലോട്ട് നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടും. 15 to 20% സാലറി ഹൈക്ക് ഉണ്ടാവും. അതേപോലെ നമ്മുടെ മാനേജറൽ സ്കില്ല് നല്ല സ്കില്ലാണ്, നമുക്ക് കമ്പനി സ്വിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്ന ഓർഗനൈസേഷൻ ഗൂഗിൾ, ആമസോൺ പോലത്തെ ഓർഗനൈസേഷനുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ എൻ്റർപ്രനർ ആയിട്ടുള്ള ഐഡിയാസ് ചെയ്യാൻ പറ്റും. നേരത്തെ സൂരജ് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന് ബിസിനസ് ഇൻക്യുബേറ്റർ സെൻറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്.
ബിസിനസ് ഇൻക്യുബേറ്റർ സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഐഡിയ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരതിനെ അക്സെപ്റ്റ് ചെയ്ത് അവരതിന് ഗൈഡൻസ് തന്ന് അതിനെ ഏറ്റവും ഉയർന്ന ലെവലിലോട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അതിനുള്ള ഒരു ഓർഗനൈസേഷൻ, അവിടെ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസിൽ അത് അങ്ങനെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് അവിടെ ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടോ, അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഇതൊക്കെയാണ് ഒരു 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 മാനദണ്ഡമാണ് ഒരു MBA കോളേജ് ചൂസ് ചെയ്യുമ്പോഴുള്ള ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മാത്രം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെസ് എക്സ്പെൻസിൽ നമുക്ക് നല്ലൊരു MBA ഡിഗ്രിയും നല്ല പ്ലേസ്മെൻറ്റും നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ നല്ല കണക്ഷൻസും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ്. നമുക്ക് വരുന്ന ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത് MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ജനറൽ MBAക്ക് വരുന്ന കോഴ്സ് അത് കാറ്റിൻ്റെ ത്രൂ ആണ്. അവിടെ വരുന്നത് 2.5 ലക്ഷം ആണ് ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത്. അതേപോലെ MBA ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് കോഴ്സ് ഫീ വരുന്നതും 2.5 ലക്ഷം ആണ് ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ ഇനീഷ്യൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് MBA ഹെൽത്ത് കെയറിൻ്റെ ആവറേജ് പാക്കേജ് ആയിട്ടുള്ള 5 LPA നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ROI എത്ര, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വർഷത്തിൽ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് എത്ര തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2.5 ലക്ഷത്തിൻ്റെ പകുതി 1.5 ലക്ഷം 1,20,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. 4 ടൈംസ് നമുക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണുള്ളത്. പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകളിലും MBA പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് അവർ 100% പ്ലേസ്മെൻ്റ് ആണ് എന്നവർ പറയും. അപ്പോൾ അവിടെ 100% എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് അറിയുന്ന ഒരാൾക്ക് പറയാവുന്നതേ ഉള്ളൂ. അവിടെ ഒരു 30 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേർക്ക് അവർ വല്ല മാർക്കറ്റിങ്ങിലോ 5 പേർക്ക് അവർ നല്ല പ്ലേസ്മെൻറ്റ് കൊടുക്കും. ഒരു 6 LPA 7 LPA റേഞ്ചിലുള്ള നല്ല പ്ലേസ്മെൻറ്റ് കൊടുക്കും. ബാക്കി 25 പേർക്ക് മാർക്കറ്റിങ്ങിലുള്ള വല്ല സെയിൽസിലോട്ടും വിടും എന്ന് വെച്ചാൽ ഒരു +2 തലത്തിലോ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, ഒരു സെയിൽസ് തരത്തിലുള്ള ഒരു ജോലിയിലോട്ട് അവർ വിടും. എന്നിട്ട് ആവറേജ് എടുക്കുമ്പോൾ 5 നല്ല പ്ലേസ്മെൻറ്റും ബാക്കി 25 കുറഞ്ഞ പ്ലേസ്മെൻറ്റിൻ്റെ ആവറേജ് എടുത്ത് വരുമ്പോൾ അവരുടെ ആവറേജ് പ്ലേസ്മെൻറ്റിൻ്റെ പാക്കേജ് 4 LPA ആവും. 7 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഒരു ആവറേജ് 4.5ൻ്റെ അടുത്ത് വരും. അങ്ങനെയാണ് അവരുടെ കണക്കുകളൊക്കെ അവർ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനും യാതൊരു നിർബന്ധമില്ല അവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കണമെന്നോ അവിടെ കുട്ടികൾ പഠിക്കണമെന്നോ. പക്ഷെ കുട്ടികളുടെ ഒരു ആവശ്യമാണ്, ആ ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ അതിലോട്ട് കുട്ടികൾ വലിഞ്ഞു വരുന്നു. അവിടുത്തെ ഡാറ്റകൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഡാറ്റകളല്ല. അവിടെ ആരെയും MBA യിലോട്ട് ക്ഷണിക്കുന്നില്ല. അവർ പ്രോസ്പെക്റ്റ് റിലീസ് ചെയ്യുന്നു, നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പോകുന്നു, എന്നിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു, എന്നിട്ട് ഒരു ജോബ് വാങ്ങുന്നു, എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നു. ഞങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ 2 വർഷം 3 വർഷത്തിനുള്ളിൽ വൈസ് പ്രസിഡന്റ് ആയവരൊക്കെ ഉണ്ട്. കിംസ് ഹോസ്പിറ്റൽ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ കിംസ് ഹോസ്പിറ്റൽ ഹൈദരാബാദിലെ ഗച്ചിബോളി ബ്രാഞ്ചിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ലെവൽ വരെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരുടെ ഒരു 4 വർഷം കൊണ്ട് അവർക്കുണ്ടായ ഗ്രോത്ത് maybe 30,000 പെർ മന്ത് സാലറിന്ന്2 lakh പെർ മന്ത് 2.5 lakh 3 lakh പെർ മന്ത് സാലറി ഒക്കെ ആണ് ഇപ്പോൾ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു ബിസിനസ് സ്കൂളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്നതാണ് നമുക്ക് പല രീതിയിലുള്ള പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ കുറഞ്ഞ ഫീൽ പഠിച്ചിറങ്ങാൻ പറ്റും. നമുക്ക് പല കോഴ്സ് പല ഇൻഡസ്ട്രി എക്സ്പോജറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അലുമിനൈസുമായിട്ട് നല്ല നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ബെനിഫിറ്റ്സും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അപ്പോൾ ഇത്രേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ സെഷൻ. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് 9:10 ഇപ്പം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ലൈക്ക് 1 hour ആയിരുന്നു നമ്മുടെ സെഷൻ്റെ ടൈം പറഞ്ഞത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അതല്ല ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയാനുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചാറ്റ് വായിക്കാം. സെക്കൻഡ് ഇയർ സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ ഓർ മെറിറ്റ് വൈസ് അലോട്ട്മെന്റ് ആണോ? ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഹായ് ദേവകി, ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. സെക്കൻഡ് ഇയർ സ്പെഷ്യലൈസേഷൻ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അത് മെറിറ്റ് വൈസ് ഒന്നുമല്ല.
അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവൈലബിലിറ്റി അനുസരിച്ചും ഒപ്പം നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. മെറിറ്റ് അല്ലെങ്കിൽ മാർക്ക് ഇതൊന്നും അതിൽ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. നോർമൽ ഹലോ നിങ്ങളുടെ വോയിസ് ഓഡിബിൾ അല്ല, ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് ഇടയിൽ. ഓക്കെ, സോ നോർമൽ BBA ചെയ്തവർക്ക് ഹെൽത്ത് കെയർ പോസിബിൾ ആവൂലേ? അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്യാമ്പസിൽ ഒരു 3 വർഷത്തിന് മുന്നേ CUET നടക്കുന്നതിന് മുന്നേ ഏത് സ്ട്രീമിൽ വന്നവർക്കും MBA ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ബട്ട് അതിന് ശേഷം അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാറ്റി ഇപ്പോൾ 2 വർഷമായിട്ട് അവർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. ബട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം എന്താ സംഭവിച്ചു വെച്ചാൽ BSc ഫിസിക്സ് എടുത്തവരും BSc കെമിസ്ട്രി എടുത്തവർക്കും അത് അലൗഡ് അല്ലായിരുന്നു. പക്ഷേ അവർ മാർക്സിൻ്റെ മെറിറ്റിൻ്റെ ബേസ് വെച്ചിട്ട് അവർക്ക് CUET-ൽ കിട്ടിയ മാർക്കും അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ വെച്ച് കിട്ടിയ മാർക്കും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് അവർക്ക് നല്ല മാർക്ക് ഉണ്ടായപ്പോൾ അവരെ അത് അലോട്ട് ചെയ്ത് അവർക്ക് അവിടെ അഡ്മിഷൻ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ BBAക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിലും ഗ്രൂപ്പ് ഡിസ്കഷനും നല്ല സ്കോർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. 99% അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടെ സമ്മതിക്കും. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അലൗഡ് ആണ്. മീൻസ് നമ്മുടെ ടിസിലായാലും ടിസിൽ MHA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ജാമ്യയിലും BBA എടുത്തവർക്ക് MBA ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അലൗഡ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, COQP 22ന്റെ സിലബസ് എന്തൊക്കെയാണ്? COQP 22 എന്ന് പറയുന്നത് പൊതുവെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കുള്ള സിലബസുകളായിരിക്കും. ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഹോസ്പിറ്റൽ നമ്മൾ എങ്ങനെ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം, അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്, OPD, IPD, അതേപോലെ CSSD, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് എന്താണ്, ഇതിന് അക്രഡിറ്റേഷൻ ഏജൻസീസ് ഏതൊക്കെയാണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ മാനേജ് ചെയ്യും, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സയൻസിലുള്ള ക്വസ്റ്റ്യൻസ്, മലേറിയ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെയുള്ള സിലബസുകളാണ് ബേസിക് ലൈഫ് സയൻസിലുള്ള ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും പബ്ലിക് ഹെൽത്തും മാനേജ്മെൻറ്റിലെ കുറച്ച് തിയറീസും ബേസിക് ആയിട്ടുള്ള തിയറീസും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ ക്ലിയർ ആവുന്ന പല ആൻസറുകളായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ സിലബസ് CUET-യുടെ പ്രോസ്പെക്റ്റസ് 2024 ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് ഈ സാറിന് കൊടുക്കാം. അപ്പോൾ സാറിന് ഞാൻ എൻ്റെ ഈ CUET-യുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ സിലബസ് അയച്ചു തരാം. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സയൻസിലുള്ള നോളജ്, ഇത് മാത്രമാണ് വരാറുള്ളത്. കുറച്ച് ഫാർമസിയിലുള്ള ക്വസ്റ്റ്യൻസും. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ക്വസ്റ്റ്യൻ, കുസാറ്റ് MBA-നെ കുറിച്ച് പറയാമോ? ഓക്കെ, കുസാറ്റിൽ MBA-യുടെ എൻട്രൻസ് നമുക്ക് ക്യാറ്റും CMAT-ഉം സ്കോഴ്സ് വഴി നമുക്ക് കുസാറ്റിൽ അപ്ലൈ ചെയ്യണം. കുസാറ്റിൽ അത്യാവശ്യം കേരളത്തിൽ IIM കോഴിക്കോട്, NIT കാലിക്കറ്റ് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന കുസാറ്റാണ്. കുസാറ്റിൽ അത്യാവശ്യം ഡീസൻറ്റ് പാക്കേജസ് ഉണ്ട്. ഏകദേശം ഓൺ ആൻ ആവറേജ് 9 lakh പാക്കേജ് വരുന്നുണ്ട്. ഹയസ്റ്റ് പാക്കേജ് വരുന്നത് ഏകദേശം 15 to 16 lakhs പാക്കേജ് വരുന്നുണ്ട്. ഫീസും വളരെ കുറവാണ്. ഒരു ലെസ് ദാൻ 2 lakhs ഫീസ് വരുന്നുള്ളൂ. അപ്പം കുസാറ്റിൽ MBA നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നിലവിൽ ഞാൻ ഇപ്പോഴത്തെ ബാച്ചിൽ ഇപ്പം നമ്മുടെ റാഷിദ് പറഞ്ഞ അത്രയും പ്ലേസ്മെന്റ്സ് ഇപ്പം നിലവിൽ കുസാറ്റിൽ ആയിട്ടില്ല. ബട്ട് പോസിബിളി ഇയർ എൻഡോടെ പാക്കേജസ് മീൻസ് പ്ലേസ്മെന്റ്സ് കുറച്ചുകൂടെ കൂടാം. പിന്നെ കുസാറ്റിലും ഒക്കെ കുറച്ചുകൂടെ നമുക്കൊരു പാക്കേജിന് ക്യാപ്പ് ഉണ്ട്. അതായത് മിനിമം 6 lakh മുകളിൽ വന്നെങ്കിൽ മാത്രമേ കമ്പനീസ് വരുള്ളൂ. അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ബട്ട് പ്ലേസ്മെന്റ്സ് അത്യാവശ്യം നല്ലതാണ്. ഫീസും വളരെ കുറവാണ്. ബട്ട് അത് അവിടെ മെയിൻലി എഞ്ചിനീയറിങ്ങിനാണ് ഒരു പ്രയോറിറ്റി വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പോലെ നമുക്ക് അത്ര ഒരു പ്രയോറിറ്റി അവിടെ കിട്ടില്ല. എന്നിരുന്നാലും നല്ല MBA ഓപ്ഷൻസ് ആണ് കുസാറ്റ്. ഓക്കെ, താങ്ക് യു സാർ. 1-2 പേര് അവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. പറഞ്ഞോളൂ. ലൈക്ക് ദേവകി കുട്ടി.
ഓക്കെ ഫൈൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബി എ ഇംഗ്ലീഷ് എടുത്തവർക്ക് MBA ഡിഫിക്കൽട്ട് ആകും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയില്ല. കാരണം എന്താ, ലൈക്ക് ഇന്ന ഡിഗ്രി എടുത്തവർക്ക് എളുപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBA ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ MBA എന്താണെങ്കിലും ഗ്രൂപ്പ് ലേണിംഗ് വഴിയും റെമഡിയൽ സെഷൻസും പിയർ ലേണിംഗ് ഒക്കെ കൂടെയാണ് എല്ലാവരും അത് പഠിക്കുന്നത്. അപ്പം ഇന്ന ഡിഗ്രി എടുത്തവർക്ക് ബുദ്ധിമുട്ടാവണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള എഫേർട്ട് എടുക്കാനും ടൈം എടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ ഫൈനാൻസ് റോളുകളിലേക്ക് ഡെലോയിറ്റ് പോലത്തെ കമ്പനീസിലൊക്കെ ഫൈനാൻസിൽ പ്ലേസ്ഡ് ആയവരുമുണ്ട്. അതായത് നമുക്ക് മുന്നേ ഉള്ള പരിചയം ഒരു സബ്ജക്റ്റ് നമുക്ക് നോളജ് ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. എന്നിരുന്നാലും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ MBA നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നത്. അപ്പം BA ഇംഗ്ലീഷ് എടുത്ത ആൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല, നമുക്ക് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ മറ്റൊരു ക്വസ്റ്റ്യൻ, JMI AMU കുറിച്ച് പറയുമോ? JMI AMU അതിൻ്റെതായ എക്സാമാണ് നടത്താറുള്ളത്. CUT PG വഴിയല്ല അവർക്ക് MBAയിലോട്ടുള്ള അഡ്മിഷൻ. ഇപ്പോൾ JMIയിലുള്ള ഒരു കോഴ്സ് ഞാൻ പറയാം, MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കുറിച്ച് തന്നെ പറയാം. അവർ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4-5 വർഷമായി, 5 വർഷത്തോളമായി. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള എക്സാം നടത്തുന്നു, അതിലൂടെ അവർ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റിൻ്റെ പാക്കേജ് എന്ന് വെച്ചാൽ 10 LPA, 12 LPA, 13 LPA എന്ന് നല്ലൊരു amount ആണ്, നല്ലൊരു പാക്കേജാണ് അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ കിട്ടാറുള്ളത്. ഈ നോർമലായിട്ടുള്ള CUT-യുടെ സെയിം ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് JMI പ്രിപ്പയർ ചെയ്യാറുള്ളത്. പക്ഷേ JMI നമ്മൾ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ JMIയുടെ എക്സാമിൻ്റെ സെൻറ്റേഴ്സ് വരുന്നത് JMI തന്നെയാണ്. അപ്പോൾ അവിടെ പോയി എക്സാം എഴുതണം എന്നുള്ള ഒരു കൺസേൺ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. JMIയുടെ എക്സാം പൊതുവെ വരാറുള്ളത് ജൂണിലാണ്, മെയ് ലാസ്റ്റിലോ അല്ലെങ്കിൽ ജൂണിലൊക്കെ ആയിരിക്കും അതിൻ്റെ എക്സാം വരാറുള്ളത്. അപ്പോൾ ഈ CUT-യുടെ ഫോം ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കുറച്ച് കഴിയുമ്പോൾ തന്നെ JMI AMU അവരുടെ വരാറുണ്ട്, അവരുടെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അതേപോലെ AMUയിലുള്ള പല കോഴ്സുകളും CUT വഴിയാണെങ്കിലും AMUയിലുള്ള ഡീറ്റെയിൽസ് അത്ര കറക്റ്റ് ഇതുവരെ അറിയില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഈ വർഷം CUT PGയിലോട്ട് മാറ്റുമോ ഇല്ല എന്നുള്ളത് ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സാർ. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത്, ടിസിൽ കിട്ടാൻ CUT എക്സാം എഴുതിയാൽ മതിയോ? അതെ, ടിസ് ലാസ്റ്റ് ഇയർ ആണ് ടിസ് CUT-യുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. NTA നടത്തുന്ന CUT-യുമായിട്ട് ജോയിൻ ചെയ്യാൻ ലാസ്റ്റ് ഇയർ ടിസ് റെഡിയായി. അങ്ങനെ ടിസിൻ്റെ ലാസ്റ്റ് ഇയറത്തെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച്, CUT-യുടെ ത്രൂ അഡ്മിഷൻ എടുക്കുന്ന ഫസ്റ്റ് ബാച്ച്. പല കോഴ്സുകളും ഉണ്ട്, MPH, MH, HRM, അതേപോലെ പല കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ MBA-യുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അവർ അത് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഫീസ് പെർ സെമസ്റ്റർ 20,000 25,000-ൻ്റെ അറൗണ്ട് ആണ് പെർ സെമസ്റ്റർ ഫീ വരുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി 1 lakh അടുത്ത് ടോട്ടൽ കോഴ്സ് ഫീ വരാറുണ്ട്. പക്ഷേ അവരുടെ പാക്കേജ്, HRM-ലെ പാക്കേജ് നല്ല പാക്കേജാണ്. അവിടുത്തെ എക്സ്പോജർ ഒരു ടാറ്റയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവർ ടാറ്റയുടെ പല ബ്രാൻഡുകളിലും അവർ തന്നെ നടത്തുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് പല ബ്രാൻഡിലോട് കണക്ഷൻ കൂടുതലായിരിക്കും. ടാറ്റയുടെ തന്നെ TCS ആയാലും, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആയാലും, അതേപോലെ തന്നെ ടാറ്റയുടെ പല അതർ ഓട്ടോമൊബൈൽസ് ആയാലും അതിലോട്ടൊക്കെ തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാറുണ്ട്. അവരുടെ ഒരു ആവറേജ് പാക്കേജ് 8 LPA 9 LPA ഒക്കെ പോവാറുണ്ട്. മാത്രമല്ല അവരുടെ ഗ്രോത്തും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണ്. ടാറ്റയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും കുറച്ച് കൂടുതലാണ്. അവരുടെ അലുമിനൈ നെറ്റ്വർക്ക് നല്ല നെറ്റ്വർക്കാണ്. അവർക്ക് നല്ല കണക്ഷനുള്ള അലുമിനൈസ് ഉണ്ട്. അവരുടെ അലുമിനൈസ് ഓൾ ഓവർ വേൾഡ് പല പല ഡൊമൈൻസിലും പല പല ഡിഫറെൻറ്റ് ഏരിയാസിലും വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവർ നല്ല കണക്ഷൻസ് വെച്ച് അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ HRM ആണ് അവിടെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതിൻ്റെ പേപ്പർ കോഡ് COQP 11 അത് എഴുതി കഴിഞ്ഞാലാണ് അവിടെ അഡ്മിഷൻ കിട്ടുക. ഓക്കെ, ഹോപ്പ് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത്, എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവും ഉണ്ട്? എല്ലാ യൂണിവേഴ്സിറ്റീസിലും പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല. ബട്ട് നല്ല ടയർ 1 യൂണിവേഴ്സിറ്റി, ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ടയർ 1 യൂണിവേഴ്സിറ്റീസിലൊക്കെ നല്ല ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. അതായത് CUT എഴുതിയാൽ മാത്രം പോരാ, CUT-യുടെ മാർക്കിൻ്റെ 60% വെയിറ്റേജും
പ്ലസ് 40% വെയിറ്റേജ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ മാർക്ക് കൂട്ടിയിട്ടാണ് അവർ ലാസ്റ്റ് ഒരു ലിസ്റ്റാണ് ഇടാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ CUT എഴുതുന്നു, സ്കോർ കാർഡ് വരുന്നു, അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം അവർ ഇൻ്റർവ്യൂവിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് അവർ ചെയ്യുന്നു. ഇതുപോലെയാണ് സാധാരണ നടത്താറുള്ളത്. അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. 50% വെയിറ്റേജ് CUTയുടെ, 20% വെയിറ്റേജ് അക്കാഡമിക് റെക്കോർഡ്സിനാണ്, 30% വെയിറ്റേജ് ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷനാണ് അവർ കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 60-40 എന്നുള്ളതാണ് റേഷ്യോ ഉള്ളത്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ ഇൻ്റർവ്യൂ ഇല്ല. അതേപോലെ തന്നെ പേരിന് മാത്രം ഇൻ്റർവ്യൂ നടത്തുന്ന ചില കോഴ്സുകളുണ്ട്, MBAയുടെ കോഴ്സുകളുണ്ട്. പോണ്ടിച്ചേരിയിലെ ഇൻഷുറൻസ് ആയാലും ബാങ്കിങ് ഒക്കെ ആയാലും ലോജിസ്റ്റിക്സ് ആൻഡ് റീറ്റെയിൽ മാനേജ്മെൻ്റ് ഒക്കെ ആയാലും അവർക്ക് പേരിന് മാത്രമാണ് ഇൻ്റർവ്യൂ നടത്താറുള്ളത്. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർവ്യൂസിനും അത്ര ടഫ്നെസ് ഇല്ല. ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർ ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അവർ നോർമലായിട്ട് ചെയ്യാറുള്ളൂ. അക്കാഡമിക് റെക്കോർഡ്സിന് പൊതുവെ മാർക്ക് ഉണ്ടാവാറുണ്ട്. 10th 12th ഡിഗ്രിയുടെ മാർക്സിന് 2-1 എന്നുള്ള രീതിക്ക് അവർ മാർക്ക് അസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ നല്ല യൂണിവേഴ്സിറ്റീസിനൊക്കെ ഉണ്ട്, ടിസ്സിനൊക്കെ ഉണ്ട്, BHU ഉണ്ട്, HCU ഉണ്ട്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, അതേപോലെ തന്നെ താഴെത്തട്ടിലുള്ള കുറച്ച് BBAU ലക്നൗ, അവിടെ റൂറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സാണുള്ളത്. അപ്പോൾ അവിടെ ഒന്നും അങ്ങനെ ഇൻ്റർവ്യൂയുടെ ഒരു പ്രശ്നമില്ല. Okay, so അടുത്ത ക്വസ്റ്റ്യൻ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി MBA വിത്ത് ബിസിനസ് അനലിറ്റിക്സ് CUT ത്രൂ ആണോ അതോ CAT ത്രൂ ആണോ? ബിസിനസ് അനലിറ്റിക്സ് കോഴ്സ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CUT ത്രൂ ആണ് അവർ അഡ്മിഷൻ കൊടുക്കാറുള്ളത്. അതിൻ്റെ പേപ്പർ കോഡ് COQP12 ആണ്. സാധാരണ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ, പൊതുവായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ MBA സ്വീകരിക്കുന്ന സെയിം പേപ്പർ കോഡാണ് ചെയ്യാറുള്ളത്. COQP12. ഇംഗ്ലീഷ് കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ഹിന്ദി ഉണ്ടാവും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്, അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ഇതൊക്കെ തന്നെ ആയിരിക്കും 75 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുക. അപ്പോൾ അവിടുത്തെ കോഴ്സ് CUTയുടെ ത്രൂ ആണുള്ളത്. ഓക്കെ, സോ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് പറയാം. ഒന്ന്, എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണ്? 2, 2025 CUT PG എക്സാം പാറ്റേണിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ? ആദ്യം CUTയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ റിലീസായതിനു ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ CUT PG 2025 എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ December 26 അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ദിസ് ഇയർ എന്തായാലും ഇന്നോ നാളെയോ മറ്റന്നാളെയോ ഒക്കെ ആയിട്ട് അവർ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അവർ സിലബസ് റിലീസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ മൊത്തത്തിലുള്ളൊരു 45-50ഓളം പേജുള്ളൊരു പ്രോസ്പെക്ടസ് അവർ PDF ആയിട്ട് റിലീസ് ചെയ്യാറുണ്ട്. അതിലെ നമുക്ക് വ്യക്തമായിട്ട് അപ്ഡേഷനുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസാണ് ഉള്ളത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് പുതിയതായിട്ട് ജോയിൻ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത ക്വസ്റ്റ്യൻ, MBA എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ കഴിയുന്ന ഡിപ്ലോമ കോഴ്സ് ഏതൊക്കെയാണ്? ആക്ച്വലി MBA എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നോക്കാതെ ഞാൻ ഇന്ന് മീറ്റിൽ പറഞ്ഞിരുന്ന കുറച്ച് ലൈക്ക് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ കരിയർ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയയിലേക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഓൺലൈനായോ ഓഫ്ലൈനായോ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കരിയർ ഗ്യാപ്പ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ നമുക്ക് കവർ ചെയ്യാനും ആ ഒരു കോഴ്സസ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് ഡിപ്ലോമ കോഴ്സസിന് നോക്കാതെ ഇപ്പം ഏതെങ്കിലും ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ അനലിറ്റിക്സിലേക്ക് കരിയർ പോകാനാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് റിലേറ്റഡ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEM അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സുകൾ പഠിക്കുക. അതായിരിക്കും ഈ ഒരു പീരീഡിൽ ഏറ്റവും നല്ലത് പഠിക്കാൻ. ഡിപ്ലോമ കോഴ്സസിന് ഞാൻ അതിൽ നിങ്ങൾക്കത് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സ്പെഷ്യലൈസേഷൻ ആണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് യൂഷ്വൽ ബിസിനസ് സ്കൂളുകളിലെ പാറ്റേൺ വെച്ചിട്ട് വരുന്നത് മാർക്കറ്റിംഗ് റോളുകളിലേക്കാണ്. കാരണം മാർക്കറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാറ്. പിന്നെ ഫൈനാൻസും ഓപ്പറേഷൻസുമാണ് പിന്നീട് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഏറ്റവും ലീസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് യൂഷ്വലി HR-ലാണ്. കാരണം ഒരു ബിസിനസ്സിൽ എപ്പോഴും HR-ന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ HR-ലാണ് യൂഷ്വലി ഓപ്പർച്യൂണിറ്റീസ് കുറവ്. എന്ന് വെച്ചാൽ HR മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് നിങ്ങൾക്കൊരു പ്ലേസ്മെന്റിലേക്ക് നിങ്ങൾക്ക് എത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ സ്കില്ല് പോലെയും നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യലൈസേഷനുള്ള അറിവ് പോലെ ആയിരിക്കും നിങ്ങൾ ആ ഒരു
ജോലിയിലേക്ക് എത്തുക. അത് ബേസ് ചെയ്തായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ സാർ. സോ നമുക്ക് മുമ്പേരാകുമ്പോൾ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്പീഡാക്കാം. എം.കോം വേഴ്സസ് MBA എന്ന് നോക്കുമ്പോൾ PGക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണ്? ജോബ് പോസിബിലിറ്റീസ് ഏതാണ് കൂടുതൽ? ഓക്കെ, ഞാനിതിന് ആൻസർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫൈനാൻസിൽ വളരെ കോർ ഫൈനാൻസിലേക്ക് പോകാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ M.Com നോക്കാം. അല്ലെങ്കിൽ കൊമേഴ്സിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ M.Com പോകാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഡൈവേഴ്സിഫൈഡ് ആണ്, അഥവാ ഫൈനാൻസിൽ മാത്രം ഒതുങ്ങാതെ മാർക്കറ്റിംഗോ അനലിറ്റിക്സോ അങ്ങനെ ഏരിയയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും MBA വരാം. MBAയിലാണ് കുറച്ചുകൂടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നിൽക്കുക, കുറച്ചുകൂടെ പാക്കേജസ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്ന സമയത്തും ഒരു MBA ഗ്രാജുവേറ്റിനായിരിക്കും എപ്പോഴും ഒരു M.Com ഗ്രാജുവേറ്റിനേക്കാൾ പ്രയോറിറ്റി കിട്ടുക. ബട്ട് നിങ്ങൾ റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരാളാണ് തീർച്ചയായും M.Com പോകണം. ഞാൻ അടുത്ത ക്വസ്റ്റിനോട് ഹാൻഡിൽ ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ തന്നെയാണോ MBA സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്നുള്ളതിൽ അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ സ്പെഷ്യലൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യണമെന്നില്ല. അത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ നമ്മുടെ സമ്മർ ബ്രേക്ക് കഴിയുന്ന സമയം നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കയറുന്ന സമയത്തേക്കായിരിക്കും നമ്മൾ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. 2 months പ്രിപ്പയർ ചെയ്താൽ ഇസ് ഇറ്റ് പോസിബിൾ ക്രാക്ക് ദ എക്സാം? രണ്ട് മാസം കൊണ്ട് എന്തായാലും CUT PG ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഒരുപാട് സീറ്റ്സ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ്, ഒരുപാട് സ്പെഷ്യലൈസേഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യണം ഏത് സ്പെഷ്യലൈസേഷനാണ് നമുക്ക് ചെയ്യാൻ താല്പര്യം, അത് ആദ്യം ഡിസൈഡ് ചെയ്യണം. ഏത് പേപ്പർ കോഡ് എഴുതാനാണ് താല്പര്യം ആദ്യം പ്ലാൻ ചെയ്യണം. എന്നിട്ട് ആ പേപ്പർ കോഡിനനുസരിച്ച് സിലബസ് നോക്കി അതിൻ്റെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വായിച്ച് അതിൽ മനസ്സിലാക്കി ഒരു സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സ്കോർ ചെയ്താൽ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരാം, കുറഞ്ഞ സ്കോർ ചെയ്താൽ നമുക്ക് കുറച്ച് താഴെയുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും കിട്ടുക. അത്ര മാത്രമാണ് മാറ്റമുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊക്കെയാണ് ടയർ 1 യൂണിവേഴ്സിറ്റീസ്? ടയർ 1 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ഡൽഹിയാണ്. അതേപോലെ തന്നെ DU ഡൽഹി യൂണിവേഴ്സിറ്റി ടയർ 1 യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ടയർ യൂണിവേഴ്സിറ്റിയാണ്, ടയർ 1 ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് കൂടിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസിന് കൊടുക്കുന്ന ഒരു 1000 crore ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ് ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സിറ്റീസിൽ പൊതുവെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടയർ 1 പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് കൂടിയാണ്. ഈ ഒരു 3-4 യൂണിവേഴ്സിറ്റീസ് ആണ് BHU, DU, JNU, HCU. ഇതാണ് ടയർ 1 യൂണിവേഴ്സിറ്റീസ്. അതുകൂടാതെ തന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് TIS നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. TIS ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി MBA ജനറൽ കാറ്റഗറി സീറ്റ് എങ്ങനെയാണ്? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA ജനറലിന് അഡ്മിഷൻ കൊടുക്കുന്നത് CATന്റെ ത്രൂ ആണ്, CUTയുടെ ത്രൂ അല്ല. അപ്പോൾ അതിൽ 75 സീറ്റ്സ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ അവിടെ CATന്റെ ത്രൂ ആണെങ്കിൽ 70% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 70%, 60 to 70% എന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട് ആഫ്റ്റർ GD ആൻഡ് PI, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് PI. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് ഓഫ് ക്യാമ്പസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ള 2 സ്പെഷ്യലൈസേഷൻ ഓൺ ക്യാമ്പസ് ആണെങ്കിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതായത് ജനറൽ MBA എന്ന് പറയുന്ന കോഴ്സ് പുതുച്ചേരിയിലും ഒന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ പോർട്ട് ബ്ലെയറിലുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ കുഴപ്പമില്ല, ഇത് കുറവാണ്, പ്ലേസ്മെന്റിന്റെ ഇൻഡസ്ട്രി എക്സ്പോഷർ കുറവാണ്. ഒന്ന് ആൻഡമാനിലായതുകൊണ്ടാണ് അത്രയും ലോങ്ങിൽ നിന്ന് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷെ കുറഞ്ഞ ഫീൽ നല്ലൊരു MBA അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും പേര് കേട്ട ഒരു യൂണിവേഴ്സിറ്റി ആണ്. ഒരുമിച്ച് 2 പേപ്പർ കോഡ് ക്രാക്ക് ചെയ്യാൻ പോസിബിൾ ആണോ വിത്തിൻ 1 എക്സാം? നിങ്ങൾ CUT PG എഴുതുമ്പോൾ നിങ്ങൾക്ക് 5ഓളം പേപ്പർ 4ഓളം പേപ്പർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുമിച്ച് നിങ്ങൾക്ക് 2-3 പേപ്പർ കോഡ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ UG കഴിഞ്ഞ് ഒരു 15 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ ഞാൻ 3 എക്സാമാണ് എഴുതിയത്. ഒന്ന് BEdനുള്ള എക്സാം, ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുള്ള എക്സാം, അതേപോലെ തന്നെ ലൈഫ് സയൻസിനുള്ള എക്സാം. 3 ഞാൻ ക്രാക്ക് ചെയ്തു. MBA ഹെൽത്ത് കെയർ എനിക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ബാക്കിയുള്ള 2 കോഴ്സ് വെച്ചിട്ട് എനിക്ക് നല്ല ടയർ 1 യൂണിവേഴ്സിറ്റീസിൽ കയറാൻ പറ്റിയില്ല. അതിന് ടയർ 2 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, തമിഴ്നാടു, കേരള, കർണാടക, ഇതൊക്കെയാണ് ടയർ 2 യൂണിവേഴ്സിറ്റി വരുന്നത്. ഇവിടേക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കി MBA കുറിച്ച് കൂടുതൽ പഠിച്ചു. MBA എന്താണ്, എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കി, ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയർ നോക്കി, അതേപോലെ തന്നെ സിറ്റിയിലാണോ ടൗൺ ഏരിയയിലാണോ എക്സ്പോജർ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നോക്കി ആണ് ഞാൻ അഡ്മിഷൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എടുത്തത്.
അപ്പോൾ ഒരുമിച്ച് 2 പേപ്പർ 3 പേപ്പറൊക്കെ ക്രാക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഫോക്കസ് നമ്മുടെ ഒന്നിലാണ്, നമ്മുടെ പാഷൻ ഒന്നിലാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, സോ താങ്ക് യു സാർ. അപ്പം നമുക്ക് നമ്മളെ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം റാഷിദ് സാറിനും സൂരജ് സാറിനും ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി MBA CUT വഴിയല്ലേ? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA 2 രീതിക്കാണുള്ളത്. ഒന്ന് CUT വഴിയുണ്ട്, ഒന്ന് CAT വഴിയുണ്ട്. CAT വഴിയാണ് ജനറൽ MBA ഉള്ളത്. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്തായാലും ഈ വർഷത്തെ സ്റ്റാർട്ടായി. അവർ ആപ്ലിക്കേഷൻ ഫോം വിളിച്ചു. CAT സ്കോർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത മാസം 30-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളത്. CUT വഴിയുള്ളത് 2 സ്പെഷ്യലൈസേഷൻ ആണുള്ളത്. MBA ബിസിനസ് അനലിറ്റിക്സ്, MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. MBA ബിസിനസ് അനലിറ്റിക്സിന്റെ പേപ്പർ കോഡ് COQP 12 ആണ്, 12 ആണ്. COQP 22 ആണ് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പേപ്പർ കോഡ്. ബിസിനസ് അനലിറ്റിക്സിന്റെ എലിജിബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ BCom ബാക്ക്ഗ്രൗണ്ട് ഉള്ള, BBA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇനി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ബിസിനസ് അനലിറ്റിക്സ് ചെയ്യാൻ പറ്റും. MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പൊതുവെ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അഡ്മിഷൻ പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. അതിനുശേഷം നമുക്ക് നല്ല മാർക്ക് ഉണ്ട്, CUT ഇതിന് നല്ല റാങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് കൺസിഡർ ചെയ്ത് നമുക്ക് അഡ്മിഷൻ തരാവുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കി കൺസിഡർ ചെയ്യാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ജനറൽ MBA മെയിൻ ക്യാമ്പസിലല്ലേ, അതിൻ്റെ പ്ലേസ്മെന്റിനെ കുറിച്ചിട്ടാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 5ഓളം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഒന്ന് കരയ്ക്കൽ ക്യാമ്പസിലാണുള്ളത്, ഒന്ന് പുതുച്ചേരി ക്യാമ്പസിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ് പാക്കേജ് കുറവാണെന്നേ ഉള്ളൂ. അവർ പൊതുവെ ചെന്നൈയിലായിട്ടും ഹൈദരാബാദിലായിട്ടൊക്കെയാണ് പ്ലേസ്മെൻറ്റ് ചെയ്യാറുള്ളത്, ഇൻറ്റേൺഷിപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറായിട്ട് വരുന്നത് 4 LPA, 5 LPA, 3.5 LPA ആ ഒരു രീതിക്കാണ് ആവറേജ് അവർക്ക് കിട്ടാറുള്ളത്. ഒന്ന് അവരുടെ ക്യാമ്പസ് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയോട് കുറച്ച് വിട്ടായതുകൊണ്ട് അവർക്കുള്ള നെറ്റ്വർക്കിംഗ്, ഇൻഡസ്ട്രി എക്സ്പോഷർ കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റുള്ള യൂണിവേഴ്സിറ്റീസിനേക്കാളും കുറവാണെന്നേ ഉള്ളൂ. അതായത് ടയർ 1 യൂണിവേഴ്സിറ്റീസിനേക്കാളും കുറവാണ്. റാങ്കിങ് കുഴപ്പമില്ല, അവിടുത്തെ അക്കാഡമിക്സും കുഴപ്പമില്ല പോണ്ടിച്ചേരിയിൽ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു റാഷിദ് സാർ ആൻഡ് സൂരജ് സാർ ഫോർ കമ്മിങ് ആൻഡ് ഗൈഡിങ് the aspirants of CU2 PG.